കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും നീലവിരിച്ച കായലുകളും ശാന്തമായ തീരങ്ങളും. എന്നാൽ ഈ മനോഹരമായ ഭൂമിക്ക് ഒരു മറുവശം കൂടിയുണ്ട്. കാലത്തിന്റെ ചുഴികളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഭീകരതയുടെയും നിഗൂഢതയുടെയും ഒരിരുണ്ട ലോകം. അവിടേക്ക് സ്വാഗതം. യക്ഷിക്കഥകൾ, കേരളത്തിന്റെ ഇരുണ്ട നിഴലുകൾ. നൂറ്റാണ്ടുകളായി ഈ മണ്ണിലെ മനുഷ്യർ ഭയത്തോടെയും ബഹുമാനത്തോടെയും സംസാരിച്ചൊരു ശക്തിയുണ്ട്. രാത്രിയുടെ മറവിൽ, ആളനക്കമില്ലാത്ത വഴികളിൽ, കാവുകളുടെ ഇരുളിൽ, ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ സൗന്ദര്യത്തിന്റെ മൂടുപടമിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു നിഴൽ രൂപം, യക്ഷി. കേവലം കെട്ടുകഥകൾക്കപ്പുറം ഈ പേര് ഇന്നും എത്രയോ മനസ്സുകളിൽ ഒരു തരിപ്പുണർത്തുന്നു. എന്താണ് യക്ഷി? എവിടെ നിന്നാണ് ഈ സങ്കല്പം ഉടലെടുത്തത്? എന്തിനാണിവർ മനുഷ്യരെ തേടിവരുന്നത്? യക്ഷി എന്ന സങ്കല്പം കേരളത്തിന്റെ മണ്ണിൽ വേരുറപ്പിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ്. നമ്മുടെ ചരിത്രത്തിന്റെ താളുകളിൽ സംഗമകാലഘട്ടത്തിൽ പോലും യക്ഷിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. അന്ന് പ്രകൃതിയുടെ ഓരോ പ്രതിഭാസങ്ങളെയും മനുഷ്യൻ ആരാധനയോടെയും ഭയത്തോടെയും കണ്ടിരുന്നു. കാവുകളും കുന്നുകളും നദികളും ഓരോന്നിനും അതിൻ്റേതായ ആത്മാക്കളും ദേവതകളുമുണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടു. ഈ വിശ്വാസങ്ങളിൽ നിന്നാണ് യക്ഷി എന്ന ശക്തിയുടെ ആദ്യ രൂപങ്ങൾ ഉടലെടുക്കുന്നത്. സംഗമകാലഘട്ടത്തിലെ തമിഴ് സാഹിത്യത്തിലും അതിർത്തി പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന പ്രാചീന ഗോത്രവർഗ വിശ്വാസങ്ങളിലും യക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട്. അക്കാലത്ത് മരങ്ങളെയും കുന്നുകളെയും ചുറ്റിപ്പറ്റി ജീവിച്ചിരുന്ന ആത്മാക്കളായിട്ടാണ് യക്ഷിയെ കണ്ടിരുന്നത്. ചിലപ്പോഴവർ ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്ന ദേവതകളായി, മറ്റു ചിലപ്പോൾ യാത്രക്കാരെ വഴിതെറ്റിക്കുന്ന ദുരാത്മാക്കളായി. അവർക്ക് പ്രകൃതിയുടെ ശക്തിയുണ്ടെന്ന് വിശ്വസിച്ചു. കാലം മുന്നോട്ടു പോയപ്പോൾ ഈ വിശ്വാസങ്ങൾ താളിയോല ഗ്രന്ഥങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലെ ശില്പങ്ങളിലേക്കും പടർന്നുകയറി. പിൽക്കാലത്ത് രൂപം കൊണ്ട ഹൈന്ദവ വിശ്വാസങ്ങളുമായി ഇഴചേർന്ന് യക്ഷിക്ക് പുതിയ ഭാവങ്ങളും കഥകളുമുണ്ടായി. താളിയോല ഗ്രന്ഥങ്ങളിൽ യക്ഷികളെക്കുറിച്ച് വ്യക്തമായ വിവരണങ്ങൾ കാണാം. മിക്കവാറും ഒരുപാട് കാലം തപസ്സു ചെയ്ത ശേഷം ദിവ്യശക്തികൾ നേടിയ സ്ത്രീകളായിട്ടാണ് ഇവരെ ചിത്രീകരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ദേവന്മാരുടെ ശാപമേറ്റവരായും മറ്റു ചിലപ്പോൾ ദുർമരണപ്പെട്ട സ്ത്രീകളുടെ ആത്മാക്കളായും യക്ഷികളെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. അവർക്ക് അതിമാനുഷിക ശക്തികളും ഏതു രൂപവും എടുക്കാനുള്ള കഴിവുകളുമുണ്ടായിരുന്നതായി ഈ ഗ്രന്ഥങ്ങൾ പറയുന്നു. കേരളത്തിലെ പല പുരാതന ക്ഷേത്രങ്ങളിലും യക്ഷി പ്രതിഷ്ഠകൾ കാണാം. ഇവ മിക്കവാറും ഉപദേവതകളായാണ് ആരാധിക്കപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളെയും പരിസര പ്രദേശങ്ങളെയും സംരക്ഷിക്കുന്ന ശക്തികളായി യക്ഷിയെ കരുതിപ്പോന്നു. പ്രത്യേകിച്ചും വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിലും പുഴകളുടെ തീരത്തും ആളനക്കമില്ലാത്ത കാവുകളിലുമൊക്കെ യക്ഷിക്കുള്ള പ്രതിഷ്ഠകൾ സാധാരണമായിരുന്നു. ഈ ക്ഷേത്രങ്ങളിൽ യക്ഷിയെ പ്രീതിപ്പെടുത്താനായി പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തിയിരുന്നു. ഇതിനു പിന്നിൽ ഒരു ഭയമുണ്ടായിരുന്നു. യക്ഷിയുടെ കോപം വിതച്ചാൽ ഗ്രാമത്തിന് ദുരിതങ്ങളുണ്ടാകും എന്ന ഭയം. പുരാതന കേരളത്തിലെ മനുഷ്യർക്ക് പ്രകൃതിയോടൊരു പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. അവർക്ക് പ്രകൃതിയെ ആരാധനയോടെ കാണാൻ അറിയാമായിരുന്നു, ഒപ്പം ഭയത്തോടെയും. രാത്രികാലങ്ങളിൽ കാടിന്റെ ശബ്ദങ്ങളും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്നുള്ള നിഗൂഢമായ വിളികളും കാറ്റിന്റെ ഇരമ്പലുമെല്ലാം അവർക്ക് യക്ഷിയുടെ സാമീപ്യമായി തോന്നിയിരിക്കാം. ചില കഥകളിൽ യക്ഷിമാർ നന്മയുള്ള ദേവതകളാണ്. അവർ കൃഷിക്ക് സമ്പത്ത് നൽകുന്നു, സന്താന സൗഭാഗ്യം നൽകുന്നു, രോഗങ്ങൾ മാറ്റുന്നു. എന്നാൽ ഭൂരിഭാഗം കഥകളിലും യക്ഷി ഒരു ഭീകരരൂപമാണ്. മനോഹരമായ സ്ത്രീരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പുരുഷന്മാരെ വശീകരിച്ച് പിന്നീട് അവരുടെ രക്തം കുടിച്ച് ജീവൻ അപഹരിക്കുന്ന ഒരു രാക്ഷസി. യക്ഷിക്ക് സൗന്ദര്യത്തിന്റെ മൂടുപടം നൽകിയതെന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷേ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് തങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളെയായിരിക്കാം. സൗന്ദര്യം ഒരു കെണിയാകുമ്പോൾ, അത് മരണത്തിലേക്കുള്ള വാതിലാകുമ്പോൾ ആ ഭയം കൂടുതൽ തീവ്രമാകുന്നു. യക്ഷിയെക്കുറിച്ചുള്ള ഈ ആദ്യകാല സങ്കല്പങ്ങൾ പിന്നീട് രൂപം കൊണ്ട കഥകൾക്ക് ഒരടിത്തറ പാകി. ആൽമരങ്ങൾ, പനകൾ, ശ്മശാനങ്ങൾ, ഈ സ്ഥലങ്ങളെല്ലാം യക്ഷിയുടെ ആവാസ കേന്ദ്രങ്ങളായി മാറി.
ഇങ്ങനെ അജ്ഞാനത്തിന്റെയും ഭയത്തിന്റെയും ഇരുട്ടിൽ മനുഷ്യമനസ്സിൽ രൂപം കൊണ്ട ഈ ശക്തി പിന്നീട് കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി. യക്ഷി കേവലമൊരു കഥാപാത്രമല്ല, അത് കേരളത്തിന്റെ പ്രാചീന വിശ്വാസങ്ങളുടെയും പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധത്തിന്റെയും ജീവിതത്തിലെ ഭയത്തിന്റെയും നിഗൂഢതയുടെയും പ്രതിഫലനമാണ്. യക്ഷിയുടെ വിവിധ ഭാവങ്ങൾ, രൂപങ്ങളും ഭേദങ്ങളും. പനയക്ഷി, ഒറ്റപ്പെട്ട പനമരങ്ങളിൽ വസിക്കുന്ന യക്ഷി. ഇവരിൽ ഭൂരിഭാഗവും പുരുഷന്മാരെ ലക്ഷ്യം വയ്ക്കുന്നവരാണ്. രാത്രികാലങ്ങളിൽ പനങ്ങള്ളി ശേഖരിക്കാൻ പോകുന്നവരെയാണ് സാധാരണയായി പിടികൂടുന്നത്. ആൽയക്ഷി, ആൽമരങ്ങളിൽ വസിക്കുന്നവർ. കാവുകളിലും ക്ഷേത്രപരിസരങ്ങളിലുമുള്ള ആൽമരങ്ങൾ ഇവരുടെ ഇഷ്ടതാമസകേന്ദ്രങ്ങളാണ്. പൊതുവെ ശാന്തസ്വഭാവമുള്ളവരാണെങ്കിലും കോപിച്ചാൽ ഭീകരരൂപം പ്രാപിക്കും. ചുടലയക്ഷി അഥവാ ശ്മശാനയക്ഷി, ശ്മശാനങ്ങളിലും മരണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും കാണുന്ന യക്ഷി. ഏറ്റവും ഭീകരരും ക്രൂരരുമായി ഇവരെ കണക്കാക്കുന്നു. ദുർമരണപ്പെട്ട സ്ത്രീകളുടെ ആത്മാക്കളാണിവരെന്ന് വിശ്വസിക്കപ്പെടുന്നു. നീലയക്ഷി, നീലനിറമുള്ള അതീവ സൗന്ദര്യമുള്ള യക്ഷി. ഇവരെക്കുറിച്ചുള്ള കഥകൾ കുറവാണെങ്കിലും കൂടുതൽ നിഗൂഢത നിറഞ്ഞവരാണ്. മരയക്ഷി, സാധാരണ മരങ്ങളിൽ വസിക്കുന്നവർ. ഓരോ യക്ഷിയുടെയും സ്വഭാവം, രൂപം, ഇരകളെ ആകർഷിക്കുന്ന രീതി എന്നിവ വിശദീകരിക്കുക. ഐതിഹ്യമാലയിലെ യക്ഷികൾ, അമരത്വത്തിന്റെ ഭീതി. ഐതിഹ്യമാല, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്നത് യക്ഷിക്കഥകളുടെ ഒരു വലിയ കലവറയാണ്. കൊടുങ്ങല്ലൂരി യക്ഷി, ഒരു ബ്രാഹ്മണന്റെ പുത്രിയായ നീലി ഒരു പുലയനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിനെ തുടർന്ന് ആത്മഹുതി ചെയ്യുകയും പിന്നീട് ഭീകരരൂപിയായ യക്ഷിയായി മാറുകയും ചെയ്തു എന്ന കഥ. ഇവർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ കുടിയിരുന്നതായും വിശ്വസിക്കുന്നു. ഈ യക്ഷിയുടെ പേരിൽ ആഭിചാരകർമ്മങ്ങൾ നടന്നിരുന്നതായും കഥകളുണ്ട്. ചെങ്ങോട്ടുകാവ് യക്ഷി, അതിസുന്ദരിയായൊരു സ്ത്രീയായി പ്രത്യക്ഷപ്പെട്ട് പുരുഷന്മാരെ വശീകരിച്ചും കൊന്നിരുന്ന യക്ഷി. ഒരു ധീരനായ നമ്പൂതിരിപ്പാട് യക്ഷിയെ വരുതിയിലാക്കി ചെങ്ങോട്ടുകാവിൽ കുടിയിരുത്തിയ കഥ. വള്ളത്തോളിന്റെ യക്ഷിസങ്കല്പം. മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ യക്ഷിയും കൃഷിക്കാരനും പോലുള്ള കവിതകളിൽ യക്ഷിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ഈ കവിതകളിൽ യക്ഷിയുടെ സൗന്ദര്യത്തെയും അതിമാനുഷിക ശക്തികളെയും, എന്നാൽ മനുഷ്യന്റെ ധൈര്യത്തിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാകാത്ത അവസ്ഥയും ചിത്രീകരിക്കുന്നു. സൗന്ദര്യത്തിന്റെ കെണി, യക്ഷിയുടെ വശീകരണശക്തി. യക്ഷിയുടെ സൗന്ദര്യം: പൂർണ്ണചന്ദ്രനെ വെല്ലുന്ന മുഖം, ഇടതൂർന്ന കാർകൂന്തൽ, മാൻപേടയുടെ കണ്ണുകൾ, ചുവന്ന ചുണ്ടുകൾ. എന്നാൽ ഈ സൗന്ദര്യം ഒരു കെണിയാണ്. പുരുഷന്മാരെ വശീകരിക്കുന്ന രീതികൾ: പാതിരാത്രിയിൽ ആളനക്കമില്ലാത്ത വഴികളിൽ പ്രത്യക്ഷപ്പെടുക, മനോഹരമായി ചിരിക്കുക, പേരുവിളിച്ച് ആകർഷിക്കുക, സഹായം അഭ്യർത്ഥിക്കുക. മരണവും സൗന്ദര്യവും: യക്ഷി സൗന്ദര്യത്തിന്റെ പ്രതീകമാണെങ്കിലും അവളുടെ യഥാർത്ഥ ലക്ഷ്യം ജീവനാണെന്ന് ഓർമ്മിപ്പിക്കുക. രക്തമൂട്ടി കുടിക്കുന്ന ഭീകരരൂപം. ചില കഥകളിൽ യക്ഷി തന്റെ ഇരയെ ഭീഷണിപ്പെടുത്തിയും മന്ത്രശക്തി ഉപയോഗിച്ചും കീഴടക്കും. ക്ഷേത്രങ്ങളിലെ നിഴലുകൾ: യക്ഷി ആരാധന. ദുരന്തങ്ങൾ ഒഴിവാക്കാൻ: യക്ഷിയുടെ കോപം വിതച്ചാൽ ഗ്രാമങ്ങളിൽ വസൂരി, കോളറ പോലുള്ള രോഗങ്ങൾ പടരുമെന്നും കൃഷി നശിക്കുമെന്നും വിശ്വസിച്ചു. അതിനാൽ യക്ഷിയെ പ്രീതിപ്പെടുത്താൻ പ്രത്യേക പൂജകൾ നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട യക്ഷിക്ഷേത്രങ്ങൾ: ചില ഭഗവതി ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും കാവുകളിലും യക്ഷിപ്രതിഷ്ഠകൾ കാണാം. ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ നീലിയക്ഷി സങ്കല്പം. ആചാരങ്ങൾ: യക്ഷിക്കുള്ള നേർച്ചകൾ, പ്രത്യേക ദിവസങ്ങളിലെ പൂജകൾ, കോഴിബലി, ഗുരുസീ പൂജകൾ. ഈ ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ചില പ്രദേശങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ചില യക്ഷികൾ ക്ഷേത്രങ്ങളെയും പരിസരത്തെയും സംരക്ഷിക്കുന്ന ശക്തികളായും കണക്കാക്കപ്പെടുന്നു. ഗ്രാമങ്ങളിലെ മരവിക്കുന്ന ഓർമ്മകൾ, വാമൊഴിക്കഥകൾ. ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ യക്ഷിക്കഥകളുണ്ടായിരുന്നു. മുത്തശ്ശിമാർ കൊച്ചുമക്കളോട് പറയുന്ന കഥകൾ. രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. പാതിരാത്രിയിൽ പിന്നിലൊരു സ്ത്രീയുടെ സാന്നിധ്യം, ഭീകരമായ ചിരി, വഴിതെറ്റിക്കൽ. വയസ്സായവരുടെ യക്ഷിദർശനങ്ങൾ. പൂർവികർക്ക് യക്ഷിയെ നേരിട്ട് കാണേണ്ടി വന്ന കഥകൾ. ഉദാഹരണത്തിന് പാടവരമ്പിലൂടെ നടക്കുമ്പോൾ യക്ഷി വഴിമുടക്കിയത്, കിണറ്റിൽ വെള്ളം കോരാൻ പോയപ്പോൾ കണ്ടത്.
ഈ കഥകളിൽ കെട്ടുകഥകളും യാഥാർത്ഥ്യവും എങ്ങനെ ഇടകലർന്നു കിടക്കുന്നുവെന്ന് വിശദീകരിക്കുക. വെള്ളിത്തിരയിലെ നിഴലുകൾ. സാഹിത്യത്തിലും സിനിമയിലും യക്ഷി. വൈക്കം മുഹമ്മദ് ബഷീർ. നീലവെളിച്ചമെന്ന ചെറുകഥയും അതിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഭാർഗവീ നിലയമെന്ന സിനിമയും മലയാള യക്ഷി കഥാപാത്രങ്ങൾക്ക് പുതിയ മാനം നൽകി. ഭാർഗവിയുടെ പ്രണയവും പ്രതികാരവും. മലയാള സിനിമകൾ. ഭാർഗവീ നിലയം 1964. ആദ്യകാല യക്ഷി സിനിമകളിൽ പ്രധാനം. ലിസ 1978. ഒരു യക്ഷിക്കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഹൊറർ ചിത്രം. കള്ളിയങ്ങാട്ട് നീലി 1984. ഒരു ക്ലാസിക് യക്ഷിക്കഥയുടെ ചലച്ചിത്രാവിഷ്കാരം. ആകാശഗംഗ 1999, 2019. പുതിയ കാലഘട്ടത്തിലെ യക്ഷിക്കഥാപാത്രം. റോഷാക്ക് 2022. ആധുനിക കാലത്തെ യക്ഷിസങ്കല്പത്തിന് പുതിയ വ്യാഖ്യാനം. സിനിമകളിൽ യക്ഷിയുടെ രൂപത്തിലും ഭാവത്തിലും വന്ന മാറ്റങ്ങൾ. പ്രേക്ഷകരെ ആകർഷിക്കാൻ ഉപയോഗിച്ച ഘടകങ്ങൾ. അഴിയാത്ത രഹസ്യങ്ങൾ. ആധുനിക യക്ഷിദർശനങ്ങൾ. ആധുനിക കാലത്തും യക്ഷിയെ കണ്ടതായി പറയപ്പെടുന്ന സംഭവങ്ങൾ. ഹൈവേകളിലെ രാത്രിയാത്രകളിൽ, വിജനമായ സ്ഥലങ്ങളിൽ. വിശദീകരിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ. രാത്രിയിൽ വാഹനം തനിയെ നിന്നത്, അജ്ഞാത സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ടത്, വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടത്. ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ. മാനസിക വിഭ്രാന്തി, കൂട്ടായ മിഥ്യാബോധം, അശാസ്ത്രീയമായ വിശദീകരണങ്ങൾ, യഥാർത്ഥ അനുഭവങ്ങൾ. ഓരോ വ്യക്തിയും ഈ കഥകളെ എങ്ങനെ ഉൾക്കൊള്ളുന്നുവെന്നത് ചർച്ച ചെയ്യുക. യക്ഷിക്കഥകൾ ഇപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിൽ ഭയം ജനിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഒരു തുറന്ന അന്ത്യം നൽകി പരമ്പര അവസാനിപ്പിക്കുക. യക്ഷികൾ പലപ്പോഴും നമ്മുടെ ചിന്തകളുടെയും ഭയങ്ങളുടെയും പ്രതിഫലനം മാത്രമായിരിക്കാം. അല്ലെങ്കിൽ അവർ ഇപ്പോഴും എവിടെയോ ഒരു നിഴലായി നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകാം. മാവിലും പ്ലാവിലും കുടിയിരിക്കുന്ന യക്ഷികൾക്ക് ചിലപ്പോൾ കൂടുതൽ സൗമ്യമായ ഭാവങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ പുളിമരം, കരിമ്പന പോലുള്ള വൃക്ഷങ്ങളിൽ വസിക്കുന്നവർ കൂടുതൽ ക്രൂരരും അപകടകാരികളുമായിരിക്കുമെന്നാണ് വിശ്വാസം. ഈ മരയക്ഷികൾ പലപ്പോഴും ഗ്രാമങ്ങളുടെ അതിരുകളിലോ വിജനമായ പാതകളിലോ ആളനക്കമില്ലാത്ത പറമ്പുകളിലോ ആണ് തങ്ങുന്നത്. പ്രത്യേകിച്ചും വലിയ ശിഖരങ്ങളോടുകൂടിയ തലമുഴകളായി നിലനിൽക്കുന്ന വൃക്ഷങ്ങൾ അവരുടെ ഇഷ്ടപ്പെട്ട വാസസ്ഥലങ്ങളായിരുന്നു. ആ മരങ്ങളുടെ തണലിൽ ഒതുങ്ങിക്കൂടുന്നവർക്ക്, അല്ലെങ്കിൽ അസമയത്ത് അതിലൂടെ കടന്നുപോകുന്നവർക്ക് പലപ്പോഴും വിചിത്രമായ അനുഭവങ്ങളുണ്ടാകാറുണ്ട്. ഈ യക്ഷിമാരുടെയെല്ലാം അടിസ്ഥാന സ്വഭാവം ഒന്നുതന്നെയാണെങ്കിലും അവയുടെ രൂപത്തിലും ഭാവത്തിലും വാസസ്ഥലത്തിലും വരുന്ന ഈ വൈവിധ്യം കേരളീയ മനസ്സിൽ യക്ഷിയെക്കുറിച്ചുള്ള ഭയം കൂടുതൽ ആഴത്തിൽ വേരുറപ്പിച്ചു. ഓരോ ഗ്രാമത്തിനും ഓരോ തരം യക്ഷിയെക്കുറിച്ചുള്ള തങ്ങളുടേതായ ഭീകര കഥകളുണ്ടായിരുന്നു. പാടവരമ്പിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോകുമ്പോൾ പിന്നാലെ വന്ന പനയക്ഷിയെക്കുറിച്ചുള്ള കഥകൾ, രാത്രിയിൽ കാവിൽ വിശ്രമിക്കുമ്പോൾ കണ്ട ആൽയക്ഷിയുടെ മയക്കുന്ന ചിരി, ചുടലപ്പറമ്പിലെ ചിതകൾക്കിടയിൽ നൃത്തം ചെയ്യുന്ന ചുടലയക്ഷിയുടെ ഭീകരരൂപം, ഈ കഥകളെല്ലാം തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു. ഈ യക്ഷികളെല്ലാം എന്തിനാണ് മനുഷ്യരെ ലക്ഷ്യം വയ്ക്കുന്നത്? എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശ്യം? പലപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരമില്ല. ചിലർ പ്രതികാരദാഹികളാണ്. ദുർമരണപ്പെട്ടതോ വഞ്ചിക്കപ്പെട്ടതോ ആയ സ്ത്രീകളുടെ ആത്മാക്കൾ യക്ഷികളായി മാറി തങ്ങൾക്ക് നീതി നിഷേധിച്ചവരോട് പകവീട്ടുന്നു. മറ്റു ചില യക്ഷികൾ യാതൊരു പ്രകോപനവുമില്ലാതെ മനുഷ്യന്റെ ജീവൻ അപഹരിക്കാൻ താൽപ്പര്യം കാണിക്കുന്നവരാണ്. മനുഷ്യന്റെ രക്തം കുടിച്ച് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നവരായി അവരെ ചിത്രീകരിക്കുന്നു. ഇവരിൽ ചിലർ മനുഷ്യരൂപം പ്രാപിച്ച് സാധാരണ മനുഷ്യരുമായി ഇടപഴകുകയും പിന്നീട് തങ്ങളുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി അവരെ ഇല്ലാതാക്കുകയും ചെയ്യും. യക്ഷികളുടെ രൂപം മാറാനുള്ള കഴിവ് അവരെ കൂടുതൽ അപകടകാരികളാക്കുന്നു. അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പുരുഷന്മാരെ വശീകരിക്കാൻ അവർക്ക് സാധിക്കും. ആരും സംശയിക്കാത്ത വിധം അവരൊരു സാധാരണക്കാരിയെപ്പോലെ പെരുമാറും. തങ്ങളുടെ സൗന്ദര്യം ഒരു ആയുധമാക്കി ഇരകളെ ആകർഷിച്ച് തങ്ങളുടെ കെണിയിലേക്ക് വലിച്ചടുപ്പിക്കും. ഒരിക്കൽ കെണിയിൽ വീണാൽ പിന്നെ രക്ഷപ്പെടുക എളുപ്പമല്ല. അവരുടെ ശരീരത്തിൽ നിന്ന് ജീവൻ ഊറ്റിയെടുത്ത് അവരെ ഒരു വെറും ജീവനില്ലാത്ത ശരീരമാക്കി ഉപേക്ഷിക്കും. യക്ഷികളെക്കുറിച്ചുള്ള ഈ ഭയങ്ങൾ കേവലം കഥകളായിരുന്നില്ല, മറിച്ച് സാമൂഹികമായ പല വിലക്കുകൾക്കും കാരണമായിരുന്നു. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, വിജനമായ സ്ഥലങ്ങളിൽ പോകരുത്, ആളനക്കമില്ലാത്ത കാവുകളിലും മരച്ചുവട്ടിലും തങ്ങരുതേ എന്നിങ്ങനെയുള്ള മുന്നറിയിപ്പുകൾക്ക് പിന്നിൽ യക്ഷിയെക്കുറിച്ചുള്ള ഭയം ഒരു പ്രധാന ഘടകമായിരുന്നു. പ്രത്യേകിച്ചും സ്ത്രീകളെ രാത്രികാലങ്ങളിൽ പുറത്തുപോകുന്നതിൽ നിന്ന് വിലക്കുന്നതിനും അതുവഴി അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം കഥകൾക്ക് ഒരു പരിധിവരെ പങ്കുണ്ടായിരുന്നു. ഓരോ തരം യക്ഷിക്കും അവരുടേതായ പ്രത്യേകതകളുള്ളതുപോലെ അവരെ നേരിടാനും അവരിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള മാർഗങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളുണ്ടായിരുന്നു.
ചില യക്ഷികളെ മന്ത്രവാദത്തിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നു, ചിലർക്ക് ചില പ്രത്യേക വസ്തുക്കളോട് ഭയമുണ്ടായിരുന്നു. എന്നാൽ ഈ മാർഗങ്ങളെല്ലാം സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമായിരുന്നു. അതുകൊണ്ടുതന്നെ യക്ഷിയുടെ സാമീപ്യം പോലും മരണതുല്യമായ ഭയമാണ് ജനങ്ങളിൽ നിറച്ചത്. കേരളത്തിന്റെ മണ്ണിൽ യക്ഷിസങ്കല്പത്തിന് ഇത്രയധികം സ്വാധീനമുണ്ടാകാൻ കാരണം ഇവിടുത്തെ പ്രകൃതിയുടെ പ്രത്യേകതകൾ കൂടിയാണ്. നിബിഡവനങ്ങളും ഇടതൂർന്ന കാവുകളും ഒറ്റപ്പെട്ട പാടങ്ങളും വിജനമായ പുഴയോരങ്ങളും യക്ഷിക്കഥകൾക്ക് അനുയോജ്യമായൊരു പശ്ചാത്തലമൊരുക്കി. രാത്രികാലങ്ങളിൽ ഈ സ്ഥലങ്ങളിലൂടെ കടന്നുപോകുമ്പോഴുണ്ടാകുന്ന ഒറ്റപ്പെടലും ഭയവും കേൾക്കുന്ന ശബ്ദങ്ങളും കാണുന്ന നിഴലുകളും യക്ഷിയുടെ സാന്നിധ്യമായി മനുഷ്യൻ കരുതി. അജ്ഞതയുടെയും ഭയത്തിന്റെയും ഇരുട്ടിൽ ഈ സങ്കല്പങ്ങൾ കൂടുതൽ ഭീകരമായി വളർന്നു. യക്ഷിക്ക് പലപ്പോഴും ഒരുതരം ഇരട്ട വ്യക്തിത്വമുണ്ടായിരുന്നു. ഒരു വശത്ത് അതിമനോഹരിയായ ഒരു സ്ത്രീയുടെ രൂപം, വശ്യമായ സൗന്ദര്യവും ആകർഷകമായ പെരുമാറ്റവും. എന്നാൽ മറുവശത്ത് രക്തദാഹിയായ എല്ലും തോലുമായി മാറിയ ഒരു ഭീകരരൂപം. ഈ ഇരട്ടഭാവമാണ് യക്ഷിയെ കൂടുതൽ നിഗൂഢയും ഭയാനകവുമാക്കുന്നത്. സൗന്ദര്യമെന്ന ആകർഷണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഭീകരത. ഈ വൈരുദ്ധ്യമാണ് യക്ഷിയെ കേരളത്തിന്റെ ഫോക്ലോറിൽ ഒരു അമരത്വമുള്ള കഥാപാത്രമാക്കി മാറ്റിയത്. നമ്മുടെ പൂർവീകർക്ക് ഈ വ്യത്യസ്തതരം യക്ഷികൾ വെറും കെട്ടുകഥകളായിരുന്നില്ല, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ തങ്ങളുടെ ഗ്രാമങ്ങൾക്ക് ചുറ്റുമുള്ള നിഴലുകൾക്കുള്ളിൽ ഒരു യക്ഷി ഒളിഞ്ഞിരിപ്പുണ്ടാവാമെന്ന് അവർ ഭയപ്പെട്ടു. ഈ ഭയം അവരെ കൂടുതൽ ജാഗരൂകരാക്കി, കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. ഓരോ തരം യക്ഷിയും ഓരോ തരത്തിലുള്ള ഭയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പനയക്ഷി വിജനതയുടെയും ഒറ്റപ്പെടലിന്റെയും ഭയമാണെങ്കിൽ ചുടലയക്ഷി മരണത്തിന്റെയും പ്രതികാരദാഹത്തിന്റെയും ഭയമാണ്. ആലയക്ഷി പ്രകൃതിയോടുള്ള ബഹുമാനമില്ലായ്മയുടെ ഭയത്തെയും നീലയക്ഷി സൗന്ദര്യത്തിന്റെ കെണിയിലെ ഭയത്തെയും സൂചിപ്പിക്കുന്നു. ഈ ഭയങ്ങളെല്ലാം ചേർന്നാണ് യക്ഷിയെ കേരളത്തിന്റെ മനസ്സിൽ ഒരു അവിസ്മരണീയമായ കഥാപാത്രമാക്കി മാറ്റിയത്. ഐതിഹ്യമാലയിലെ യക്ഷികളെക്കുറിച്ചും കൊടുങ്ങല്ലൂർ യക്ഷി, ചെങ്ങോട്ടുകാവ് യക്ഷി എന്നിവരുടെ ഭീകര കഥകളെക്കുറിച്ചും വള്ളത്തോളിന്റെ കവിതകളിൽ യക്ഷി എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ കഥകൾ എങ്ങനെയാണ് കേരളീയ മനസ്സിൽ യക്ഷിയുടെ ഭീകരതയെ കൂടുതൽ ആഴത്തിൽ പതിപ്പിച്ചതെന്നും നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങളുടെ പരിസരത്തെ ഓരോ നിഴലുകളെയും സൂക്ഷിച്ചു നോക്കുക. ഒരുപക്ഷേ ആ നിഴലുകൾക്കുള്ളിൽ യക്ഷി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവാം. കേരളത്തിന്റെ മണ്ണിൽ യക്ഷിസങ്കല്പത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് നമ്മൾ കണ്ടു. പ്രാചീന ഗോത്രവർഗ വിശ്വാസങ്ങളിൽ നിന്നും താളിയോല ഗ്രന്ഥങ്ങളിലെ മാന്ത്രിക വിദ്യകളിൽ നിന്നും ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളിൽ നിന്നുമെല്ലാം യക്ഷിക്ക് വ്യത്യസ്ത ഭാവങ്ങൾ ലഭിച്ചു. പനയക്ഷിയും ആലിയക്ഷിയും ചുടലയക്ഷിയും നീലയക്ഷിയുമെല്ലാം കേരളത്തിന്റെ രാത്രികളെ ഭയത്താൽ നിറച്ചു. എന്നാൽ ഈ കഥകൾക്ക് ഏറ്റവും ആധികാരികവും വിശദവുമായൊരു രൂപം നൽകിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന ബൃഹത് ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിലെ യക്ഷിക്കഥകൾ കേവലം നാടോടിക്കഥകൾക്കപ്പുറം കേരളത്തിന്റെ സാംസ്കാരിക ഓർമ്മകളിൽ യക്ഷിയെ ഒരു അമരത്വമുള്ള ഭീകരശക്തിയാക്കി മാറ്റി. ഐതിഹ്യമാലയിലെ യക്ഷിക്കഥകൾ കേവലം കെട്ടുകഥകളായിരുന്നില്ല, അവയ്ക്ക് സാമൂഹികവും സാംസ്കാരികവുമായ മാനങ്ങളുണ്ടായിരുന്നു. മനുഷ്യന്റെ ഉള്ളിലെ ഭയത്തെയും ആകാംക്ഷയെയും ഈ കഥകൾ തൊട്ടുണർത്തി. പ്രതികാരം, വഞ്ചന, പ്രണയം, ദുർമന്ത്രവാദം എന്നിങ്ങനെ മനുഷ്യന്റെ എല്ലാ വികാരങ്ങളും ഈ യക്ഷിക്കഥകളിൽ നിറഞ്ഞുനിന്നു. ഐതിഹ്യമാലയിലൂടെ യക്ഷിക്കഥകൾക്ക് ഒരു പുതിയ ജീവിതം ലഭിച്ചു. അവ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഭയത്തിന്റെ പുതിയ അധ്യായങ്ങൾ തുറന്നു. കൊടുങ്ങല്ലൂർ യക്ഷി, പ്രതികാരത്തിന്റെ നീണ്ട നിഴൽ. ഐതിഹ്യമാലയിലെ ഏറ്റവും പ്രശസ്തവും ഭീകരവുമായ യക്ഷിക്കഥകളിലൊന്നാണ് കൊടുങ്ങല്ലൂർ യക്ഷിയുടേത്. നീലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ യക്ഷി പ്രതികാരത്തിന്റെ അഗ്നിയിൽ ജ്വലിച്ചൊരാത്മാവായിരുന്നു. കൊടുങ്ങല്ലൂരിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായ നീലി ഒരു പുലയ യുവാവിനെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ഇത് അന്നത്തെ സവർണ സമൂഹത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കി. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും വലിയ എതിർപ്പുകൾ നേരിട്ട നീലി പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്നാൽ അവളുടെ ആത്മാവ് ശാന്തമായില്ല. അവളൊരു ഭീകരയക്ഷിയായി പുനർജനിച്ചു. കൊടുങ്ങല്ലൂർ കാവിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു നീലിയുടെ വിഹാരരംഗം. അതിമനോഹരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ അവൾ പ്രത്യക്ഷപ്പെടും. പുരുഷന്മാരെ വശീകരിച്ച് തന്നിലേക്ക് ആകർഷിച്ച ശേഷം അവരുടെ രക്തമൂറ്റി കുടിക്കുക എന്നതായിരുന്നു അവളുടെ പ്രധാന വിനോദം. നീലിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളുടെ അടുത്തെത്തിയ എത്രയോ പുരുഷന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവളുടെ ക്രൂരതയ്ക്ക് അതിരുകളുണ്ടായിരുന്നില്ല. രക്തം കുടിച്ച് ശരീരത്തെ ഉണക്കി ചിരിച്ചു ഉപേക്ഷിക്കുന്ന അവളുടെ രീതി അക്കാലത്ത് കൊടുങ്ങല്ലൂർ പ്രദേശത്ത് വലിയ ഭീതി പരത്തി.
നീലിയുടെ പ്രതികാരം സ്വന്തം കുടുംബത്തോട് മാത്രമായിരുന്നില്ല, തനിക്ക് നീതി നിഷേധിച്ച സമൂഹത്തോടും അവൾക്ക് പകയുണ്ടായിരുന്നു. നീലിയുടെ ഭീകരമായ ചെയ്തികൾ കാരണം കൊടുങ്ങല്ലൂർ പ്രദേശം ഭയത്തിന്റെ പിടിയിലായി. രാത്രികാലങ്ങളിൽ ആരും പുറത്തിറങ്ങാൻ ധൈര്യപ്പെട്ടില്ല. പുരുഷന്മാർക്ക് നീലിയുടെ സൗന്ദര്യം ഒരു കെണിയായിരുന്നു. ഒരു സാധാരണ സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് അവളുടെ അടുത്തേക്ക് ചെന്നവരെല്ലാം മരണത്തിന്റെ തണുപ്പറഞ്ഞു. ഈ ഭീകരതയ്ക്ക് അറുതി വരുത്താൻ അന്നത്തെ നാടുവാഴിയും നാട്ടുകാരും പല വഴികളും തേടി. മന്ത്രവാദികളെയും പണ്ഡിതന്മാരെയും സമീപിച്ചു. അവസാനം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നീലിയെ കുടിയിരുത്താൻ തീരുമാനിച്ചു. ശക്തനായ മന്ത്രവാദികളുടെയും ആചാരജ്ഞരുടെയും നേതൃത്വത്തിൽ നീലിയെ വരുതിയിലാക്കി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. എന്നാൽ നീലിയുടെ ഭീകരമായ ഓർമ്മകൾ ഇന്നും കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ തളം കെട്ടി നിൽക്കുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ കരിങ്കുട്ടികൾ എന്ന പ്രതിഷ്ഠ നീലിയക്ഷിയുമായി ബന്ധപ്പെട്ടതാണെന്നും വിശ്വാസങ്ങളുണ്ട്. നീലിയുടെ കഥ കേവലമൊരു യക്ഷിക്കഥയെന്നതിലുപരി സമൂഹത്തിലെ ജാതിവ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള ഒരുതരം പ്രതിഷേധം കൂടിയായി വ്യാഖ്യാനിക്കാം. നീതി നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രതികാരദാഹത്തിന് യക്ഷിയുടെ രൂപം നൽകിയതെന്നത് ശ്രദ്ധേയമാണ്. അവളുടെ കഥ സമൂഹത്തിലെ ദുർബലരെ വഞ്ചിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു താക്കീത് കൂടിയായി നിലനിന്നു. ചെങ്ങോട്ടുകാവ് യക്ഷി, പ്രണയവും വഞ്ചനയും മരണവും. ഐതിഹ്യമാലയിലെ മറ്റൊരു പ്രധാന യക്ഷിക്കഥയാണ് ചെങ്ങോട്ടുകാവ് യക്ഷിയുടേത്. അതിസുന്ദരിയായൊരു സ്ത്രീയായി പ്രത്യക്ഷപ്പെട്ട് പുരുഷന്മാരെ വശീകരിച്ച് കൊന്നിരുന്ന ഒരു യക്ഷിയായിരുന്നു ഇത്. ഒരു പ്രത്യേക സ്ഥലത്തായിരുന്നു അവളുടെ വാസം. രാത്രികാലങ്ങളിൽ ഇതുവഴി പോകുന്ന പുരുഷന്മാരെ അവൾ ആകർഷിക്കും. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളുടെ അടുത്തെത്തിയവർക്കൊന്നും ജീവനോടെ മടങ്ങാൻ സാധിച്ചിരുന്നില്ല. ചെങ്ങോട്ടുകാവ് യക്ഷിയുടെ ക്രൂരതയും മനോഹാരിതയും ഒരുപോലെ പ്രശസ്തമായിരുന്നു. ഈ യക്ഷിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ല എന്നൊരു വിശ്വാസം അക്കാലത്ത് പരന്നിരുന്നു. എന്നാൽ ഒരു ധീരനായ നമ്പൂതിരിപ്പാട് ഈ യക്ഷിയെ വരുതിയിലാക്കാൻ തീരുമാനിച്ചു. മന്ത്രവാദത്തിലും തന്ത്രവിദ്യകളിലും അഗാധമായ അറിവുണ്ടായിരുന്ന അദ്ദേഹം യക്ഷിയുടെ ശക്തിയെ വെല്ലുവിളിച്ചു. കഠിനമായ മന്ത്രവാദത്തിലൂടെയും തപസ്സിലൂടെയും അദ്ദേഹം യക്ഷിയെ വരുതിയിലാക്കി. യക്ഷിയെ തന്റെ ഇംഗിതത്തിനു വഴങ്ങാൻ പ്രേരിപ്പിച്ചു. പിന്നീട് ചെങ്ങോട്ടുകാവിലൊരു പ്രത്യേക സ്ഥലത്ത് കുടിയിരുത്തി. നമ്പൂതിരിപ്പാടിന്റെ ശക്തിക്കു മുന്നിൽ യക്ഷിക്ക് കീഴടങ്ങേണ്ടി വന്നു. യക്ഷിയെ വരുതിയിലാക്കിയ ശേഷം ചെങ്ങോട്ടുകാവിൽ ഒരു ക്ഷേത്രം പണികയും അവിടെ യക്ഷിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ഈ യക്ഷി ഗ്രാമത്തിന് സംരക്ഷണം നൽകുന്ന ഒരു ദേവതയായി മാറിയെന്നാണ് വിശ്വാസം. എന്നാൽ അവളുടെ ആദ്യകാല ഭീകരതയുടെ ഓർമ്മകൾ ഇന്നും ആ സ്ഥലത്ത് നിലനിൽക്കുന്നു. നമ്പൂതിരിപ്പാട് യക്ഷിയെ വരുതിയിലാക്കിയത് തന്റെ മന്ത്രശക്തി കൊണ്ടും ധൈര്യം കൊണ്ടുമാണെങ്കിലും യക്ഷിയുടെ വശീകരണശക്തിയും ക്രൂരതയും അക്കാലത്തെ ജനങ്ങളിൽ വലിയ ഭയം ജനിപ്പിച്ചു. ചെങ്ങോട്ടുകാവ് യക്ഷിയുടെ കഥ മനുഷ്യന്റെ ധൈര്യവും വിജ്ഞാനവും ദുഷ്ടശക്തികളെ കീഴ്പ്പെടുത്താൻ പര്യാപ്തമാണെന്ന് കാണിക്കുന്നു. അതോടൊപ്പം സൗന്ദര്യത്തിന്റെ മൂടുമുടിമിട്ടുവരുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു താക്കീത് കൂടിയായിരുന്നു ഈ കഥ. യക്ഷി എത്ര സുന്ദരിയാണെങ്കിലും അവളുടെ യഥാർത്ഥ സ്വഭാവം ഭീകരമാണെന്ന് ഈ കഥകൾ ഓർമ്മിപ്പിക്കുന്നു. വള്ളത്തോളിന്റെ കവിതകളിലെ യക്ഷി, സൗന്ദര്യവും ദൗർബല്യവും. മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ തന്റെ കവിതകളിലും യക്ഷിസങ്കല്പത്തെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യക്ഷിയും കൃഷിക്കാരനുമെന്നു പോലുള്ള കവിതകൾ യക്ഷിയുടെ രൂപഭാവങ്ങളെയും സ്വഭാവത്തെയും വരച്ചുകാട്ടുന്നു. വള്ളത്തോളിന്റെ കവിതകളിൽ യക്ഷിക്ക് അതിമാനുഷിക ശക്തികളും മനോഹാരിതയുമുണ്ട്. എന്നാൽ മനുഷ്യന്റെ ധൈര്യത്തിനും തന്ത്രങ്ങൾക്കു മുന്നിൽ അവർക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയുമുണ്ട്. വള്ളത്തോൾ യക്ഷിയെ ഒരു ഭീകരസത്വമായി മാത്രം ചിത്രീകരിക്കുന്നില്ല. അവളുടെ സൗന്ദര്യത്തെയും ഒറ്റപ്പെട്ട ജീവിതത്തിലെ വിരസതയെയും ചിലപ്പോൾ മനുഷ്യനോടുള്ള ആകാംക്ഷയെയുമെല്ലാം കവിതകളിലൂടെ അദ്ദേഹം വരച്ചുകാട്ടുന്നു. യക്ഷിയുടെ ശക്തിയെ വർണ്ണിക്കുമ്പോഴും മനുഷ്യന്റെ ബുദ്ധിക്കും ധൈര്യത്തിനും മുന്നിൽ അവൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥയും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഈ കവിതകൾ യക്ഷിസങ്കല്പത്തിന് ഒരുതരം കാവ്യാത്മകമായ മാനം നൽകി. ഭയത്തിനപ്പുറം യക്ഷിയെ ഒരു കാൽപ്പനിക കഥാപാത്രമായും കാണാൻ ഈ കവിതകൾ പ്രേരിപ്പിച്ചു. എന്നാൽ ആ കാൽപ്പനികതയുടെ അടിത്തട്ടിൽ ഭയത്തിന്റെ ഒരു നിഴൽ എപ്പോഴും നിലനിന്നു. ഐതിഹ്യമാലയിലെ ഈ കഥകൾ യക്ഷിയെക്കുറിച്ചുള്ള കേവലം കെട്ടുകഥകളെന്നതിലുപരി കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലത്തെ പ്രതിഫലിപ്പിക്കുന്നവയാണ്. പ്രതികാരം, വഞ്ചന, ധൈര്യം, വിശ്വാസം, ഈ ഘടകങ്ങളെല്ലാം യക്ഷിക്കഥകളെ കൂടുതൽ ആകർഷകമാക്കി. ഈ കഥകൾ കേട്ട് വളർന്ന തലമുറകൾക്ക് യക്ഷി എന്നത് വെറുമൊരു കഥാപാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ജീവനുള്ള ഭയമായിരുന്നു. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നതിനെക്കുറിച്ച് അവർക്കിരട്ടി ഭയമുണ്ടായിരുന്നു. ഓരോ മരവും ഓരോ കാവും ഓരോ വിജനമായ സ്ഥലവും യക്ഷിയുടെ വാസസ്ഥലമായി അവർക്ക് തോന്നി.
ഐതിഹ്യമാലയിലെ യക്ഷിക്കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ കേവലം ഒരു ഗുണപാഠം നൽകി അവസാനിക്കുന്നില്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിൽ ഭയവും ആകാംക്ഷയും നിറച്ച് ചിന്തകൾക്ക് ഒരു തുറന്ന അന്ത്യം നൽകുന്നു. യക്ഷിയെ വരുതിയിലാക്കിയ കഥകൾ പോലും ഒരു പൂർണ്ണമായ ആശ്വാസം നൽകുന്നില്ല. ഒരുപക്ഷേ യക്ഷി വീണ്ടും വരാമെന്നൊരു ഭയം എപ്പോഴും നിലനിൽക്കുന്നു. ഈ അനിശ്ചിതത്വമാണ് യക്ഷിക്കഥകളെ കൂടുതൽ ഭീകരമാക്കുന്നത്. ഐതിഹ്യമാലയെക്കുറിച്ച് പറയുമ്പോൾ അക്കാലത്ത് നിലനിന്നിരുന്ന മാന്ത്രിക വിദ്യകളെയും മന്ത്രവാദികളെയും കുറിച്ച് പരാമർശിക്കേണ്ടതുണ്ട്. യക്ഷിയെ വരുതിയിലാക്കുന്നതിനും അവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നതിനും അവരെ തളിച്ചിടുന്നതിനും മന്ത്രവാദികൾക്ക് കഴിവുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ഈ മന്ത്രവാദികളുടെ ശക്തിയും യക്ഷികളുടെ ഭീകരതയും ചേർന്നപ്പോൾ കഥകൾക്ക് കൂടുതൽ ആഴവും വിശ്വസനീയതയും ലഭിച്ചു. ഇന്നും ഐതിഹ്യമാലയിലെ യക്ഷിക്കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുതരം ഭയം ഉടലെടുക്കുന്നു. ആ കഥാപാത്രങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷേ ആ കഥകൾക്ക് ഒരുതരം അമരത്വമുണ്ടായതുകൊണ്ടായിരിക്കാം കാലം എത്ര മാറിയാലും സാങ്കേതികവിദ്യ എത്ര പുരോഗമിച്ചാലും ഈ യക്ഷിക്കഥകൾക്ക് മനുഷ്യമനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം എപ്പോഴുമുണ്ടാകും. കാരണം അവ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഭയങ്ങളെയും ആകാംക്ഷയെയും തൊട്ടുനിർത്തുന്നു. യക്ഷി സൗന്ദര്യത്തിന്റെ പ്രതീകമായതും എന്നാൽ മരണത്തിന്റെ ദൂതുമായി എങ്ങനെ മനുഷ്യരെ വശീകരിച്ച് കെണിയിലാക്കി എന്നതിനെക്കുറിച്ചും ഈ ഭയവും ആകാംക്ഷയും നിറഞ്ഞ വശീകരണ തന്ത്രങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അതുവരെ നിങ്ങളുടെ പരിസരത്തെ ഓരോ നിഴലുകളെയും സൂക്ഷിച്ചു നോക്കുക. ഒരുപക്ഷേ ആ നിഴലുകൾക്കുള്ളിൽ യക്ഷി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. കേരളത്തിന്റെ ഐതിഹ്യങ്ങളിലും നാടോടി കഥകളിലും യക്ഷി ഒരു ഭീകരസത്വം മാത്രമായിരുന്നില്ല. അവൾ അതിസുന്ദരിയായ ഒരു സ്ത്രീരൂപം കൂടിയായിരുന്നു. സൗന്ദര്യവും ഭീകരതയും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു പ്രതിഭാസം. ഈ ഇരട്ട സ്വഭാവമാണ് യക്ഷിയെ കൂടുതൽ നിഗൂഢവും ഭയാനകവുമാക്കുന്നത്. ഒരു വശത്ത് വശ്യമായ സൗന്ദര്യം, മറുവശത്ത് മരണത്തിന്റെ തണുത്ത നിഴൽ. ഈ എപ്പിസോഡിൽ യക്ഷി എങ്ങനെയാണ് തന്റെ സൗന്ദര്യത്തെ ഒരു കെണിയാക്കി മാറ്റിയത്, മനുഷ്യരെ, പ്രത്യേകിച്ച് പുരുഷന്മാരെ എങ്ങനെയാണ് ആകർഷിച്ച് മരണത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. യക്ഷിക്ക് മനുഷ്യന്റെ രൂപം പ്രാപിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപമായിരുന്നു. പൂർണ്ണചന്ദ്രനെ വെല്ലുന്ന മുഖം, ഇടതൂർന്ന കാർക്കൂന്തൽ, മാൻപേടയുടെ കണ്ണുകൾ, ചുവന്നു തുടുത്ത ചുണ്ടുകൾ, മനോഹരമായ പുഞ്ചിരി, ഒപ്പം ആകർഷകമായ ഒരു ശരീരഘടനയും. ഈ രൂപത്തിൽ അവൾ ആളനക്കമില്ലാത്ത വഴികളിൽ പ്രത്യക്ഷപ്പെടും. പ്രത്യേകിച്ചും രാത്രിയുടെ യാമങ്ങളിൽ ഒറ്റപ്പെട്ട പാതകളിലും കാവുകളിലും നദീതീരങ്ങളിലും വലിയ മരങ്ങളുടെ ചുവട്ടിലുമെല്ലാം അവൾ തന്നെ ഇരയെ കാത്തിരിക്കും. വശീകരണ തന്ത്രങ്ങൾ, സൗന്ദര്യത്തിന്റെ മാന്ത്രിക വലയം. യക്ഷിക്ക് മനുഷ്യരെ ആകർഷിക്കാൻ പല തന്ത്രങ്ങളുമുണ്ടായിരുന്നു. അവ കേവലം രൂപം മാറുന്നതിൽ ഒതുങ്ങിയിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിൽ ഭ്രമം ജനിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അകന്നുള്ള സൗന്ദര്യം. പലപ്പോഴും യക്ഷി ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് അല്പം അകലെ നിന്നായിരിക്കും. നിലാവെളിച്ചത്തിൽ തിളങ്ങുന്ന വെളുത്ത വസ്ത്രം ധരിച്ച് ഒരു നിഴൽ രൂപമായി അവൾ നിൽക്കും. അവളുടെ സൗന്ദര്യം ദൂരെ നിന്നുപോലും ഒരു പുരുഷന്റെ ശ്രദ്ധ ആകർഷിക്കാൻ പര്യാപ്തമായിരുന്നു. അതൊരു തരം കൗതുകമുണർത്തുകയും അടുത്തു ചെന്ന് ആരാണെന്ന് അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. മനോഹരമായ പുഞ്ചിരിയും നോട്ടവും. അടുത്തെത്തുമ്പോൾ അവൾ ഒരു മനോഹരമായ പുഞ്ചിരി സമ്മാനിക്കും. ആ പുഞ്ചിരിക്കൊരുതരം വശീകരണ ശക്തി ഉണ്ടാകും. കണ്ണുകൾ കൊണ്ട് അവൾ ഇരയെ തന്നിലേക്ക് ആകർഷിക്കും. ആ നോട്ടത്തിൽ മാന്ത്രികതയുണ്ടായിരുന്നു. ആ നോട്ടത്തിൽ വീഴുന്നവർക്ക് പിന്നെ തിരിച്ചുവരവ് എളുപ്പമായിരുന്നില്ല. സഹായം അഭ്യർത്ഥിക്കൽ. പലപ്പോഴും യക്ഷി ഒരു സാധാരണ സ്ത്രീയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് സഹായം അഭ്യർത്ഥിക്കും. വഴിതെറ്റിയതായി നടിക്കുക, രോഗിയായതായി അഭിനയിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുക. പുരുഷന്റെ ഉള്ളിലെ സഹാനുഭൂതിയെയും സംരക്ഷണവാസനയെയും ചൂഷണം ചെയ്യാനായിരുന്നു ഈ തന്ത്രം. ഒരു നിസ്സഹായയായ സ്ത്രീയുടെ രൂപത്തിൽ കാണുമ്പോൾ ആരും യക്ഷിയെ സംശയിക്കില്ല. പേരുവിളിച്ചാകർഷിക്കൽ. ചില കഥകളിൽ യക്ഷി തന്റെ ഇരയെ പേരുവിളിച്ചാകർഷിച്ചിരുന്നതായി കാണാം. പരിചിതമായ ഒരു ശബ്ദത്തിൽ പേര് കേൾക്കുമ്പോൾ ഇര സംശയമില്ലാതെ അവളുടെ അടുത്തേക്ക് പോകും. ഈ രീതിക്ക് ഒരുതരം മാനസിക ബന്ധം സ്ഥാപിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. സുഗന്ധം. യക്ഷിക്കൊരു പ്രത്യേക സുഗന്ധമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ മനം മയക്കുന്ന സുഗന്ധം കാറ്റിൽ അലിഞ്ഞുചേർന്ന ഇരയുടെ മനസ്സിൽ മാന്ത്രികത നിറയ്ക്കും. ഈ സുഗന്ധം ഇരയെ യക്ഷിയുടെ അടുത്തേക്ക് ആകർഷിക്കാൻ സഹായിക്കും. സൗന്ദര്യവും മരണവും ഒരുമിക്കുമ്പോൾ. യക്ഷിയുടെ സൗന്ദര്യം കേവലമൊരാകർഷണമായിരുന്നില്ല, മറിച്ച് മരണത്തിലേക്കുള്ള ഒരു ക്ഷണമായിരുന്നു. അവൾ തന്റെ ഇരകളെ ആകർഷിച്ച് അവരെ പൂർണ്ണമായി തന്നിലേക്ക് വലിച്ചെടുപ്പിച്ച ശേഷം തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തും. ആ കാഴ്ച ഏതൊരു മനുഷ്യനെയും ഭയപ്പെടുത്തുന്ന ഒന്നായിരിക്കും.
അതിമനോഹരമായ സ്ത്രീരൂപം ഒരു നിമിഷം കൊണ്ട് ഭീകരമായ രാക്ഷസരൂപത്തിലേക്ക് മാറും. നീണ്ട നഖങ്ങൾ, കൂർത്ത പല്ലുകൾ, തീക്കനലുപോലെ ചുവന്ന കണ്ണുകൾ, വികൃതമായ ശരീരഘടന. ഈ രൂപം ഇരയുടെ ഉള്ളിലെ ധൈര്യം പൂർണ്ണമായും നശിപ്പിക്കും. അതിനുശേഷം അവൾ തന്റെ പ്രധാന വിനോദം ആരംഭിക്കും: രക്തം കുടിക്കൽ. ഇരയുടെ ജീവൻ പൂർണ്ണമായി ഊറ്റിക്കുടിച്ച് അവനെ ഒരു ജീവനില്ലാത്ത വെറും ശരീരമാക്കി ഉപേക്ഷിക്കും. ചില കഥകളിൽ യക്ഷി ഇരയുടെ ശരീരത്തിലെ എല്ലുകളൊടിച്ച് മാംസം വലിച്ചു കീറി തിന്നിരുന്നതായും പറയുന്നു. ഈ ക്രൂരതയാണ് യക്ഷിയെ വെറുമൊരു കഥാപാത്രത്തിൽ നിന്ന് ഭീകരമായൊരു ശക്തിയാക്കി മാറ്റിയത്. സൗന്ദര്യമെന്ന ഏറ്റവും വലിയ ആകർഷണം മരണത്തിലേക്കുള്ളൊരു കെണിയാകുമ്പോൾ ആ ഭയം കൂടുതൽ തീവ്രമാകുന്നു. പുരുഷന്മാരെ ലക്ഷ്യം വയ്ക്കുന്ന യക്ഷി. യക്ഷിക്കഥകളിൽ ഭൂരിഭാഗവും പുരുഷന്മാരെയാണ് യക്ഷി ലക്ഷ്യം വച്ചിരുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും പുരുഷന്മാരായിരുന്നിരിക്കാം. കൂടാതെ പുരുഷന്മാരുടെ ഉള്ളിലെ ലൈംഗിക ആകർഷണത്തെയും ഒരു സ്ത്രീയെ സഹായിക്കാനുള്ള വാസനയെയും യക്ഷി ചൂഷണം ചെയ്തു. സൗന്ദര്യം ഒരു കെണിയാകുമ്പോൾ പുരുഷന്മാർക്ക് രക്ഷപ്പെടാൻ പ്രയാസമായിരുന്നു. ചില കഥകളിൽ യക്ഷിക്ക് പുരുഷന്മാരോടൊരു പ്രത്യേകതരം പകയുണ്ടായിരുന്നതായും കാണാം. ബഹുപക്ഷം ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ട സ്ത്രീകളുടെ ആത്മാക്കൾ യക്ഷികളായി മാറിയപ്പോൾ തങ്ങൾക്ക് നീതി നിഷേധിച്ച പുരുഷ സമൂഹത്തോട് പകവീട്ടാൻ അവർ ശ്രമിച്ചിരിക്കാം. ഈ പ്രതികാരദാഹത്തിന് സൗന്ദര്യത്തിന്റെ മൂടുപടിയിട്ടപ്പോൾ അത് കൂടുതൽ ഭീകരമായി മാറി. യക്ഷിയുടെ കെണികളിൽ നിന്ന് രക്ഷപ്പെട്ടവർ. എല്ലാ പുരുഷന്മാരും യക്ഷിയുടെ കെണിയിൽ വീണിരുന്നില്ല. ചില ധീരരായ വ്യക്തികൾ യക്ഷിയുടെ വശീകരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കഥകളും ഐതിഹ്യമാലയിലുണ്ട്. പലപ്പോഴും ഇതവരുടെ ബുദ്ധിശക്തി കൊണ്ടോ ധൈര്യം കൊണ്ടോ അല്ലെങ്കിൽ മന്ത്രവാദത്തിലെ അറിവുകൊണ്ടോ ആയിരുന്നു. യക്ഷിയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഉദാഹരണത്തിന്, ഒരു പുരുഷൻ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ യക്ഷിയെ കണ്ടുമുട്ടുന്നു. യക്ഷി അയാളെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ തന്റെ കയ്യിലുള്ള ഭസ്മമെടുത്ത് നെറ്റിയിൽ തൊടുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കുകയോ ചെയ്യുമ്പോൾ യക്ഷിക്ക് തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തേണ്ടി വരികയും പിന്നീട് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇത്തരം കഥകൾ മനുഷ്യന് യക്ഷിയെ നേരിടാനുള്ള ഒരുതരം മാനസിക ധൈര്യം നൽകി. എന്നാൽ ഇതെല്ലാവർക്കും സാധിക്കുന്ന ഒന്നായിരുന്നില്ല. സൗന്ദര്യത്തിന്റെ കെണി, സാമൂഹിക പ്രതിഫലനങ്ങൾ. യക്ഷി സൗന്ദര്യത്തിന്റെ കെണിയാകുന്ന ഈ ആശയം സാമൂഹിക തലത്തിൽ പല പ്രതിഫലനങ്ങളുമുണ്ടാക്കി. സ്ത്രീ സൗന്ദര്യം അപകടകരമാവാമെന്നൊരു സന്ദേശം ഇത് നൽകി. അമിതമായ സൗന്ദര്യം ഒരു ദുരന്തമായി മാറിക്കാമെന്നൊരു ചിന്ത ജനമനസ്സിൽ പതിപ്പിച്ചു. രാത്രികാലങ്ങളിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നതിനെയും അപരിചിതരായ സ്ത്രീകളെ സമീപിക്കുന്നതിനെയും ഇത് വിലക്കി. കാരണം ആ സൗന്ദര്യത്തിനു പിന്നിൽ ഒരു യക്ഷി ഒളിഞ്ഞിരിപ്പുണ്ടാവാം എന്ന ഭയം എപ്പോഴും നിലനിന്നു. യക്ഷിക്കഥകൾ കേവലം ഭീകരകഥകളായിരുന്നില്ല, മറിച്ച് സാമൂഹിക നിയന്ത്രണങ്ങൾക്കുള്ള ഒരു തരം ഉപാധി കൂടിയായിരുന്നു. ഒരു സദാചാര പാഠം പോലെ ഈ കഥകൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ആകർഷകമായ ഒന്നിനു പിന്നിൽ അപകടം ഒളിഞ്ഞിരിക്കുന്നു എന്ന ഒരു തരം താക്കീതായിരുന്നു ഈ കഥകൾ. സൗന്ദര്യമെന്നത് ഒരു വശത്ത് അനുഗ്രഹവും മറുഭാഗത്ത് ശാപവുമാകുന്നതെങ്ങനെയെന്ന് യക്ഷിക്കഥകൾ നമ്മെ പഠിപ്പിച്ചു. സൗന്ദര്യമൊരു മുഖമൂടിയാണ്. ആ മുഖമൂടിക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നതെന്താണെന്ന് തിരിച്ചറിയാൻ മനുഷ്യന് പലപ്പോഴും സാധിക്കാതെ പോയി. യക്ഷിയുടെ കാര്യത്തിൽ ആ മുഖമൂടിക്ക് പിന്നിൽ മരണത്തിന്റെ ഭീകരരൂപമായിരുന്നു. ഈ വൈരുദ്ധ്യമാണ് യക്ഷിയെ കേരളത്തിന്റെ ഫോക്ലോറിൽ ഒരു അതുല്യ കഥാപാത്രമാക്കുന്നത്. സൗന്ദര്യമെന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് യക്ഷി ഭയത്തിന്റെ ഒരു പുതിയ പാത വെട്ടിത്തുറന്നു. അവളുടെ മനോഹാരിതയിൽ വീഴുന്നവർക്കൊരു തിരിച്ചുവരവുണ്ടായിരുന്നില്ല. അവളുടെ ഇരയാകുന്നവർക്ക് രക്ഷപ്പെടാനൊരു മാർഗവുമില്ലായിരുന്നു. യക്ഷിയുടെ വശീകരണ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ നിസ്സഹായനായിരുന്നു. ഈ നിസ്സഹായ അവസ്ഥയാണ് മനുഷ്യനിൽ കൂടുതൽ ഭയം ജനിപ്പിച്ചത്. ഓരോ രാത്രിയും, വിജനമായ ഓരോ വഴിയും, ഒറ്റപ്പെട്ട ഓരോ മരവും ഒരു യക്ഷിക്ക് കാത്തിരിക്കാനുള്ള ഒരിടമായി മാറി. മനോഹരമായൊരു രൂപം ആകർഷകമായി തോന്നുമ്പോഴും അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരതയെക്കുറിച്ച് ചിന്തിക്കാൻ ഈ കഥകൾ നമ്മെ പ്രേരിപ്പിച്ചു. സൗന്ദര്യത്തിന്റെ കെണി എത്ര മാരകമാണെന്ന് യക്ഷിക്കഥകൾ നമ്മെ പഠിപ്പിച്ചു. അങ്ങനെ മനുഷ്യന്റെ ഏറ്റവും വലിയ ആകർഷണത്തെ, അതായത് സൗന്ദര്യത്തെ, അവന്റെ ഏറ്റവും വലിയ ഭയമാക്കി മാറ്റിയ യക്ഷിയുടെ കഥകൾ ഇന്നും കേരളത്തിന്റെ മനസ്സിൽ ജീവിക്കുന്നു. അവളുടെ വശ്യമായ സൗന്ദര്യവും ക്രൂരമായ പ്രവൃത്തികളും ഒരുപോലെ ഓർമ്മിക്കപ്പെടുന്നു. യക്ഷി കേവലമൊരു ഭീകര സത്വം എന്നതിനപ്പുറം അവൾക്ക് കേരളത്തിന്റെ സാംസ്കാരികവും മതപരവുമായ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. മനുഷ്യന്റെ ജീവൻ അപഹരിക്കുന്ന അതിക്രൂരയായ ഒരു ശക്തിയായി യക്ഷിയെ കണ്ടിരുന്നെങ്കിലും ചില സന്ദർഭങ്ങളിൽ അവൾ ഒരു ദേവതയായി ആരാധിക്കപ്പെടുകയും ചെയ്തു. ദുരന്തങ്ങൾ ഒഴിവാക്കാനും ഗ്രാമങ്ങളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കാനും യക്ഷിയെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് നമ്മുടെ പൂർവികർ വിശ്വസിച്ചു. യക്ഷി ആരാധനയുടെ പ്രാധാന്യം, ക്ഷേത്രങ്ങളിലെ യക്ഷിപ്രതിഷ്ഠകൾ,
അവയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. യക്ഷി ആരാധനയുടെ ഉത്ഭവം കേരളത്തിലെ പ്രാചീന ഗോത്രവർഗ വിശ്വാസങ്ങളിൽ നിന്നാണ്. പ്രകൃതിയിലെ ഓരോ ശക്തിയെയും അവർ ആരാധിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. രോഗങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, കൃഷിനാശം എന്നിവയെല്ലാം മനുഷ്യന്റെ നിയന്ത്രണത്തിനപ്പുറമുള്ള ശക്തികളുടെ കോപമായി അവർ കണ്ടു. യക്ഷിക്ക് അത്തരം ദുരന്തങ്ങൾ വരുത്തിവെക്കാൻ കഴിയുമെന്നും പ്രീതിപ്പെടുത്തിയാൽ അവ ഒഴിവാക്കാമെന്നും അവർ വിശ്വസിച്ചു. ഈ വിശ്വാസമാണ് യക്ഷിയെ ഭീകരസത്വത്തിൽ നിന്ന് ഒരു ദേവതയുടെ പദവിയിലേക്ക് ഉയർത്തിയത്. ക്ഷേത്രങ്ങളിലെ യക്ഷിപ്രതിഷ്ഠകൾ. കേരളത്തിലെ പല പുരാതന ക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ച് ഭഗവതി ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് യക്ഷിപ്രതിഷ്ഠകൾ കാണാം. ഈ പ്രതിഷ്ഠകൾ മിക്കവാറും ഉപദേവതകളായാണ് ആരാധിക്കപ്പെടുന്നത്. പ്രധാന ദേവതയുടെ സംരക്ഷകയായോ ക്ഷേത്രത്തിന്റെ അതിരുകളിൽ കുടിയിരിക്കുന്ന ശക്തിയായോ യക്ഷിയെ സങ്കൽപ്പിച്ചു. വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ, പ്രത്യേകിച്ച് ആൽമരങ്ങൾ, കാവുകൾ, നദീതീരങ്ങൾ എന്നിവിടങ്ങളിലാണ് ഈ പ്രതിഷ്ഠകൾ കൂടുതലായി കണ്ടിരുന്നത്. കരിങ്കല്ലിലോ മരത്തിലോ കൊത്തിയെടുത്ത രൂപങ്ങളായിരുന്നു മിക്കവാറും ഈ പ്രതിഷ്ഠകൾ. അവയ്ക്ക് പലപ്പോഴും ഭീകരമായ രൂപങ്ങളുണ്ടായിരുന്നെങ്കിലും ചിലയിടങ്ങളിൽ സൗന്ദര്യവതിയായ സ്ത്രീരൂപത്തിലും യക്ഷിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ യക്ഷിയും ക്ഷേത്രബന്ധവും. ഐതിഹ്യമാലയിലെ കൊടുങ്ങല്ലൂർ യക്ഷിയുടെ കഥയിൽ നീലിയെ പിന്നീട് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ കുടിയിരുത്തിയതായി പറയുന്നുണ്ട്. ഇത് യക്ഷിയെ ഒരു ദുഷ്ടശക്തിയിൽ നിന്ന് ക്ഷേത്രത്തിന്റെ സംരക്ഷകയായി മാറ്റുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ കരിങ്കുട്ടികൾ എന്ന പ്രതിഷ്ഠ നീലി യക്ഷിയുമായി ബന്ധപ്പെട്ടതാണെന്നും അവൾക്ക് ശക്തി ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണെന്നും വിശ്വാസങ്ങളുണ്ട്. കൊടുങ്ങല്ലൂരിലെ ഭഗവതിയെപ്പോലെ യക്ഷിക്കും ഇവിടെ വലിയ പ്രാധാന്യം ലഭിച്ചു. ഭക്തർ ഭഗവതിയോടൊപ്പം യക്ഷിയെയും പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു. ചെങ്ങോട്ടുകാവ് യക്ഷി. ചെങ്ങോട്ടുകാവ് യക്ഷിയെ ഒരു ധീരനായ നമ്പൂതിരിപ്പാട് മന്ത്രവാദത്തിലൂടെ വരുതിയിലാക്കി ക്ഷേത്രത്തിൽ കുടിയിരുത്തിയ കഥ നമ്മൾ കേട്ടതാണ്. ഇവിടെയും യക്ഷി തന്റെ ഭീകര സ്വഭാവം ഉപേക്ഷിച്ച് ഗ്രാമത്തിന്റെ സംരക്ഷകയായി മാറുന്നു. ഈ ക്ഷേത്രത്തിൽ യക്ഷിയെ ആരാധിക്കുന്നത് ഗ്രാമത്തിന് ഐശ്വര്യവും സംരക്ഷണവും നൽകുമെന്നും ദുരിതങ്ങൾ ഒഴിവാക്കുമെന്നും വിശ്വസിച്ചു. യക്ഷിയുടെ കോപം വിതച്ചാൽ ഗ്രാമത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന ഭയം കാരണം അവിടുത്തെ ആചാരങ്ങൾ മുടങ്ങാതെ തുടർന്നുപോന്നു. യക്ഷി ആരാധനയുടെ രീതികൾ. യക്ഷിയെ പ്രീതിപ്പെടുത്താൻ പലതരം പൂജകളും വഴിപാടുകളും ആചാരങ്ങളും നിലനിന്നിരുന്നു. ഇവയിൽ ചിലത് വളരെ ലളിതമായിരുന്നെങ്കിലും ചിലത് അതിഗൂഢവും ഭയാനകവുമായിരുന്നു. നേർച്ചകളും വഴിപാടുകളും. യക്ഷിയെ പ്രീതിപ്പെടുത്താനായി പലതരം നേർച്ചകൾ നടത്തിയിരുന്നു. കോഴിബലി, ഗുരുസി പൂജകൾ എന്നാൽ രക്തവർണ്ണമുള്ള ദ്രാവികം തളിക്കൽ, മദ്യവും മാംസവും സമർപ്പിക്കൽ എന്നിവയെല്ലാം ഇതിൽപ്പെടും. യക്ഷിക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ സമർപ്പിച്ച് അവളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചു. ഈ വഴിപാടുകൾക്ക് പിന്നിൽ ഒരു തരം ഭയവും ആദരവും ഒരുപോലെ ഉണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും കുങ്കുമവും. യക്ഷിപ്രതിഷ്ഠകളിൽ മഞ്ഞൾപ്പൊടിയും കുങ്കുമവും സമർപ്പിക്കുന്നത് സാധാരണമായിരുന്നു. ഈ വസ്തുക്കൾക്ക് ദുഷ്ടശക്തികളെ അകറ്റാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടു. അതോടൊപ്പം യക്ഷിയുടെ ശക്തിയെ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് വിശ്വസിച്ചു. വിളക്ക് തെളിക്കൽ. നാട്യകാലങ്ങളിൽ യക്ഷിപ്രതിഷ്ഠകൾക്ക് മുന്നിൽ വിളക്ക് തെളിക്കുന്നത് പതിവായിരുന്നു. ഇരുട്ടിനെ അകറ്റാനും യക്ഷിയുടെ പ്രീതി നേടാനും ഇത് സഹായിക്കുമെന്നും ദുഷ്ടശക്തികളെ അകറ്റി നിർത്താനും വിശ്വസിച്ചു. പൂജാരിമാരുടെയും വെളിച്ചപ്പാടുകളുടെയും പങ്ക്. യക്ഷി ആരാധനയിൽ പൂജാരിമാർക്കും ചിലപ്പോൾ വെളിച്ചപ്പാടുകൾക്കും പ്രധാന പങ്കുണ്ടായിരുന്നു. അവർ യക്ഷിയുമായി ആശയവിനിമയം നടത്തുകയും അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഭക്തരെ അറിയിക്കുകയും ചെയ്തു. യക്ഷിബാധ ഒഴിപ്പിക്കുന്നതിനും യക്ഷിയുടെ കോപം ശമിപ്പിക്കുന്നതിനും അവർ പ്രത്യേക കർമ്മങ്ങൾ നടത്തി. യക്ഷി ആരാധനയുടെ പിന്നിലെ യുക്തി. ഭീകരരൂപിയായ ഒരു സത്വത്തെ എന്തിനാണ് മനുഷ്യൻ ആരാധിച്ചത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇതിന് പല സാമൂഹികവും മാനസികവുമായ കാരണങ്ങളുണ്ട്. അജ്ഞാത ഭയത്തെ നിയന്ത്രിക്കാനായിരുന്നു. മനുഷ്യൻ അജ്ഞാതമായ ഒന്നിനെക്കുറിച്ചുള്ള ഭയം വളരെ വലുതാണ്. ഈ അജ്ഞാത ഭയത്തെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ആരാധനയെ കണ്ടത്. യക്ഷിയെ ആരാധിക്കുന്നതിലൂടെ അവളുടെ കോപം ഒഴിവാക്കാമെന്നും അതുവഴി തങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാമെന്നും അവർ വിശ്വസിച്ചു. പ്രകൃതിശക്തികളോടുള്ള ആദരം. യക്ഷിയെ പലപ്പോഴും പ്രകൃതിശക്തികളുമായി ബന്ധപ്പെടുത്തിയാണ് കണ്ടത്. മരങ്ങളിലും കാവുകളിലും വസിക്കുന്ന യക്ഷി പ്രകൃതിയുടെ ഒരു പ്രതിഫലനമായിരുന്നു. പ്രകൃതിയെ ആരാധിക്കുന്നതിന്റെ ഭാഗമായി യക്ഷിയെയും ആരാധിച്ചു. സാമൂഹിക നിയന്ത്രണം. യക്ഷി ആരാധന ഒരുതരം സാമൂഹിക നിയന്ത്രണ ഉപാധി കൂടിയായിരുന്നു. യക്ഷിയുടെ കോപം വിതച്ചാൽ ഗ്രാമത്തിന് ദോഷമുണ്ടാകുമെന്ന ഭയം കാരണം ആളുകൾ കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചു.
പ്രത്യേകിച്ചും സാമൂഹിക വിലക്കുകൾ ലംഘിക്കുന്നവരെ യക്ഷി ശിക്ഷിക്കുമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. രോഗങ്ങളിൽ നിന്ന് മോചനം, വസൂരി, കോളറ പോലുള്ള പ്ലേഗുകൾ പടർന്നു പിടിക്കുമ്പോൾ അവയെ യക്ഷിയുടെ കോപമായി കണ്ടിരുന്നു. യക്ഷിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഈ രോഗങ്ങളിൽ നിന്ന് മോചനം നേടാമെന്ന് അവർ വിശ്വസിച്ചു. ഇതൊരുതരം മാനസിക ധൈര്യവും ആശ്വാസവും നൽകി. നമ്പൂതിരിമാരുടെ യക്ഷിബന്ധം. ചില നമ്പൂതിരി ഇല്ലങ്ങളുമായി യക്ഷികൾക്ക് ബന്ധമുണ്ടായിരുന്നതായി ഐതിഹ്യങ്ങളിൽ കാണാം. ചില യക്ഷികൾ നമ്പൂതിരി കുടുംബങ്ങളിലെ ദുർമരണപ്പെട്ട സ്ത്രീകളാണെന്നും അവരെ വീടിന്റെയോ ഇല്ലത്തിന്റെയോ കാവൽക്കാരായി ആരാധിച്ചിരുന്നതായും പറയുന്നു. ഈ യക്ഷികൾ കുടുംബത്തിന് ഐശ്വര്യവും സംരക്ഷണവും നൽകുമെന്നും അവരെ പ്രീതിപ്പെടുത്താതിരുന്നാൽ ദോഷമുണ്ടാകുമെന്നും വിശ്വസിച്ചു. ഈ വിശ്വാസങ്ങൾ ഒരു തരത്തിൽ കേരളത്തിലെ മന്ത്രവാദത്തിന്റെയും തന്ത്രവിദ്യകളുടെയും വളർച്ചയ്ക്ക് കാരണമായി. യക്ഷിയെ വരുതിയിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള മന്ത്രവാദികളുടെ കഴിവ് സമൂഹത്തിൽ അവർക്കൊരു പ്രത്യേക സ്ഥാനം നൽകി. യക്ഷിയുടെ ഭയം നിലനിർത്താനും അതേസമയം അതിനെ നിയന്ത്രിക്കാനും മന്ത്രവാദികൾക്ക് സാധിച്ചു. യക്ഷി ആരാധനയുടെ ഈ വശങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം എടുത്തുകാട്ടുന്നു. ഭീകരമായ ഒരു സത്വത്തെപ്പോലും തങ്ങളുടേതാക്കി മാറ്റി അതിനെ ആരാധനയിലൂടെ നിയന്ത്രിക്കാൻ ശ്രമിച്ച മനുഷ്യന്റെ ഒരു തരം അതിജീവന തന്ത്രം കൂടിയായിരുന്നു ഇത്. യക്ഷി കേവലം ഒരു ഭീകരസത്വമെന്നതിലുപരി മനുഷ്യന്റെ വിശ്വാസങ്ങളുടെയും ഭയങ്ങളുടെയും ആദരവിന്റെയും പ്രതിഫലനമായി മാറി. ഇന്നും പല ക്ഷേത്രങ്ങളിലും കാവുകളിലും യക്ഷി ആരാധനയുടെ നേർത്ത അംശങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടില്ലെങ്കിലും അതിന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ആരാധനരീതികൾ കേരളത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നതിൽ സംശയമില്ല. അങ്ങനെ മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയമായ യക്ഷി തന്റെ സംരക്ഷകയായും ദേവതയായും മാറി. ഭയത്തിന്റെ ഇരുണ്ട ലോകത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ നേർത്ത കിരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ച മനുഷ്യന്റെ കഥ കൂടിയാണിത്. ഈ വൈരുദ്ധ്യമാണ് യക്ഷിയെ ഇന്നും കേരളീയ മനസ്സിൽ ജീവിപ്പിക്കുന്ന ഒരു ഘടകം. കേരളത്തിന്റെ മണ്ണിൽ യക്ഷിസങ്കല്പം ഇത്രയധികം ആഴത്തിൽ വേരുറച്ചത് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളിലൂടെയോ താളിയോല ഗ്രന്ഥങ്ങളിലൂടെയോ മാത്രമല്ല, തലമുറകളായി കൈമാറിവന്ന വാമൊഴി കഥകളിലൂടെയാണ് യക്ഷിക്ക് ഒരു ജീവനുള്ള ഭീകരസത്വത്തിന്റെ പരിവേഷം ലഭിച്ചത്. ഗ്രാമങ്ങളിലെ മുത്തശ്ശിമാർ കൊച്ചുമക്കളോട് പറഞ്ഞുകൊടുത്ത കഥകൾ, രാത്രികാലങ്ങളിൽ തീകാഞ്ഞ് കൂട്ടം കൂടിയിരിക്കുമ്പോൾ കേട്ട ഭീകര അനുഭവങ്ങൾ, അസാധാരണമായ സംഭവങ്ങളെ യക്ഷിയുമായി ബന്ധപ്പെടുത്തി കണ്ട കാഴ്ചകൾ, ഇവയെല്ലാം കേരളീയ മനസ്സിൽ യക്ഷിയുടെ സ്ഥാനം ഉറപ്പിച്ചു. ഈ എപ്പിസോഡിൽ ഗ്രാമീണരുടെ വാമൊഴി കഥകളെക്കുറിച്ചും പൂർവികർക്ക് നേരിടേണ്ടി വന്ന യക്ഷി അനുഭവങ്ങളെക്കുറിച്ചും കെട്ടുകഥകളും യാഥാർത്ഥ്യങ്ങളും എങ്ങനെ ഇടകലർന്നു കിടക്കുന്നു എന്നതിനെക്കുറിച്ചും നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ യക്ഷിക്കഥകളുണ്ടായിരുന്നു. ആൽമരച്ചുവട്ടിൽ കണ്ടുമുട്ടിയ യക്ഷി, പാടവരമ്പിലൂടെ പിന്നാലെ വന്ന പനയക്ഷി, കിണറ്റിൽ വെള്ളം കോരാൻ പോയപ്പോൾ കണ്ട ഭീകരരൂപം, ഓരോ കഥയും ഓരോ ഗ്രാമത്തിലെയും ആളുകളുടെ മനസ്സിൽ ഭയവും ആകാംക്ഷയും നിറച്ചു. ഈ കഥകൾക്ക് പലപ്പോഴും ഒരു പ്രാദേശിക സ്പർശമുണ്ടായിരിക്കും. ഗ്രാമത്തിലെ ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ യക്ഷിയുടെ ഇരയായ ഒരു വ്യക്തിയെക്കുറിച്ചോ ഉള്ള സൂചനകൾ കഥയെ കൂടുതൽ വിശ്വസനീയമാക്കി. രാത്രിയാത്രയിലെ ഭീകര അനുഭവങ്ങൾ. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് വാമൊഴി യക്ഷിക്കഥകളിൽ പ്രധാന സ്ഥാനം വഹിച്ചിരുന്നത്. അക്കാലത്ത് വാഹനസൗകര്യങ്ങൾ പരിമിതമായിരുന്നതിനാൽ ആളുകൾക്ക് കാൽനടയായി ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വന്നിരുന്നു. വിജനമായ പാതകളും കാടുകളും പാടങ്ങളും നിറഞ്ഞ ഈ വഴികളിൽ രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒരു തരം സാഹസികതയായിരുന്നു. ഈ യാത്രകളിലാണ് പലപ്പോഴും യക്ഷിയെ കണ്ടതായി പറയപ്പെടുന്ന അനുഭവങ്ങളുണ്ടായിരുന്നത്. പിന്നിലൊരു സാന്നിധ്യം. രാത്രിയിൽ നടന്നു പോകുമ്പോൾ പിന്നിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം അനുഭവപ്പെടുക എന്നത് ഒരു സാധാരണ യക്ഷി അനുഭവമായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണില്ല. വീണ്ടും നടന്നു തുടങ്ങുമ്പോൾ ആ സാന്നിധ്യം വീണ്ടും അനുഭവപ്പെടും. ഈ അനുഭവം ഒരുതരം മാനസിക ഭയം ജനിപ്പിക്കുകയും യാത്രക്കാരനെ ഭ്രാന്തനാക്കുകയും ചെയ്യും. ചിലപ്പോൾ പിന്നിൽ നിന്ന് ഒരു നേർത്ത ചിരി കേൾക്കുകയോ പേര് വിളിച്ച് ആകർഷിക്കുകയോ ചെയ്യും. വഴിതെറ്റിക്കൽ യക്ഷിയുടെ മറ്റൊരു തന്ത്രമായിരുന്നു യാത്രക്കാരെ വഴിതെറ്റിക്കുന്നത്. പരിചിതമായ വഴിയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് വഴിതെറ്റി ആളനക്കമില്ലാത്ത കാടുകളിലേക്കോ ചതുപ്പുകളിലേക്കോ എത്തിച്ചേരുക. എത്ര ശ്രമിച്ചിട്ടും ശരിയായ വഴി കണ്ടെത്താൻ കഴിയാതെ വരിക. ഈ അവസ്ഥയിൽ യാത്രക്കാർക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. ചിലപ്പോൾ പ്രഭാതമാകുമ്പോൾ മാത്രമായിരിക്കും അവർക്ക് യഥാർത്ഥ വഴി കണ്ടെത്താൻ സാധിക്കുന്നത്. ഭീകരമായ രൂപം.
ചിലപ്പോൾ യക്ഷി തന്റെ ഭീകരരൂപത്തിൽ പ്രത്യക്ഷപ്പെടും. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഭീകരരൂപം ആരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. വലിയ കണ്ണുകളും നീണ്ട നഖങ്ങളും വികൃതമായ ശരീരഘടനയുമുള്ള യക്ഷിരൂപം കാണുമ്പോൾ പലരും ബോധരഹിതരാകുകയോ ഭ്രാന്തരാകുകയോ ചെയ്യും. വാഹനം തടസ്സപ്പെടുത്തൽ. കാളവണ്ടികളും കുതിരവണ്ടികളും ഉപയോഗിച്ചിരുന്ന കാലത്ത് യക്ഷി ഈ വാഹനങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നതായി കഥകളുണ്ട്. വഴിയിൽ വെച്ച് വാഹനം തനിയെ നിൽക്കുക, അല്ലെങ്കിൽ കാളകൾക്ക് മുന്നോട്ടു പോകാൻ കഴിയാതെ വരിക. ഇതിന് പിന്നിൽ ഒരു യക്ഷിയുടെ സാന്നിധ്യമാണെന്ന് അവർ വിശ്വസിച്ചു. മുതിർന്നവരുടെ യക്ഷി അനുഭവങ്ങൾ. യാഥാർത്ഥ്യമോ മിഥ്യയോ? വാമൊഴിക്കഥകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മുതിർന്നവരുടെ സ്വന്തം അനുഭവങ്ങളാണ്. അവരുടെ പൂർവികർക്ക് നേരിടേണ്ടി വന്ന യക്ഷി അനുഭവങ്ങൾ അവർ കഥകളായി മക്കൾക്കും കൊച്ചുമക്കൾക്കും പറഞ്ഞുകൊടുത്തു. ഈ കഥകൾ കേട്ട് വളർന്ന തലമുറകൾക്ക് യക്ഷി എന്നത് വെറും കഥയായിരുന്നില്ല, മറിച്ച് ഒരു തരം യാഥാർത്ഥ്യമായിരുന്നു. കിണറ്റിലെ യക്ഷി. രാത്രികാലങ്ങളിൽ കിണറ്റിൽ വെള്ളം കോരാൻ പോയ ഒരു സ്ത്രീയെ യക്ഷി പിടികൂടിയ കഥ. കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ഒരു സ്ത്രീയുടെ രൂപം കിണറ്റിലേക്ക് നോക്കി ചിരിക്കുന്നു. ഭയന്ന് നിലവിളിച്ചോടിയ സ്ത്രീയെ യക്ഷി പിന്തുടർന്ന് പിടികൂടി. പിന്നീട് അവൾക്ക് ഭ്രാന്തായി. പാടവരമ്പിലെ യക്ഷി. രാത്രിയിൽ പാടവരമ്പിലൂടെ നടന്നുപോയ ഒരാൾക്ക് പിന്നാലെ വന്ന യക്ഷി. അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ യക്ഷി പിന്നാലെ വന്ന് അയാളുടെ തോളിൽ പിടിക്കുന്നു. അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരതിമനോഹരമായ സ്ത്രീ. അവൾ അയാളെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അയാൾ ദൈവനാമം ജപിച്ച് രക്ഷപ്പെടുന്നു. ആൽമരത്തിലെ യക്ഷി. ഒരു കാവിലുള്ള ആൽമരത്തിന്റെ ചുവട്ടിൽ രാത്രിയിൽ വിശ്രമിച്ചൊരു യുവാവ് ഉറക്കത്തിനിടയിൽ ഒരു സ്ത്രീയുടെ നേർത്ത പാട്ടുകേട്ട് ഉണരുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ ആൽമരച്ചില്ലയിൽ ഒരു സ്ത്രീ ഊഞ്ഞാലാടുന്നു. ഭയന്ന് കണ്ണടച്ച അയാൾ പിന്നീട് പ്രഭാതമായപ്പോൾ ബോധം തെളിഞ്ഞത് ദൂരെ മറ്റൊരിടത്താണ്. ഈ കഥകളെല്ലാം ഗ്രാമീണ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. യക്ഷിയൊരു ഭീകര യാഥാർത്ഥ്യമായി അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നതിനെക്കുറിച്ചുള്ള ഭയം, വിജനമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം യക്ഷിക്കഥകളിലൂടെ ശക്തിപ്പെട്ടു. ഇന്നും ചില ഗ്രാമങ്ങളിൽ ഈ വാമൊഴിക്കഥകൾക്ക് ജീവനുണ്ട്. മുതിർന്നവർ തങ്ങളുടെ ചെറുപ്പക്കാലത്ത് കേട്ട യക്ഷി അനുഭവങ്ങളെക്കുറിച്ച് ഇന്നും ഓർമ്മിക്കുന്നു. ചിലർക്ക് ഭയമാണെങ്കിൽ മറ്റു ചിലർക്ക് അതൊരു തരം കൗതുകം കൂടിയാണ്. ഈ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം ആ പഴയ കാലഘട്ടത്തിലേക്ക് മടങ്ങുകയും ആ ഭയത്തെയും ആകാംക്ഷയും ഉൾക്കൊള്ളുകയും ചെയ്യും. യക്ഷിക്കഥകൾ കേവലം അന്ധവിശ്വാസങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ ഭയത്തെയും ഒറ്റപ്പെടലിനെയും അജ്ഞതയെയും പ്രകൃതിയോടുള്ള ബന്ധത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു തരം സാമൂഹിക മനഃശാസ്ത്രമായിരുന്നു. ഈ കഥകൾ കേരളത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഒരു പ്രധാന പങ്ക് വഹിച്ചു. അങ്ങനെ ഇരുട്ടിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ശക്തിയുടെ കഥകൾ ഗ്രാമീണ മനസ്സുകളിൽ ആഴത്തിൽ വേരുറപ്പിച്ചു. ഓരോ നിഴലും ഓരോ യക്ഷിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി മാറി. കേരളത്തിന്റെ വാമൊഴിക്കഥകളിലും ഐതിഹ്യങ്ങളിലും ജീവിച്ചിരുന്ന യക്ഷി കാലം മാറിയപ്പോൾ സാഹിത്യലോകത്തേക്കും വെള്ളിത്തിരയിലേക്കും ചേക്കേറി. മനുഷ്യന്റെ ഭയത്തെയും ആകാംക്ഷയെയും തൊട്ടുണർത്താൻ യക്ഷി എന്ന സങ്കല്പത്തിന് എന്നും ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ എഴുത്തുകാരും ചലച്ചിത്രപ്രവർത്തകരും ഈ കഥാപാത്രത്തെ തങ്ങളുടെ സൃഷ്ടികളിലൂടെ പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചു. യക്ഷി സാഹിത്യത്തിലും സിനിമയിലും എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? കാലത്തിനനുസരിച്ച് അവളുടെ രൂപത്തിലും ഭാവത്തിലും വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? എന്തുകൊണ്ടാണ് യക്ഷി ഇന്നും ജനപ്രിയ വിഷയമായി നിലനിൽക്കുന്നത് എന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. സാഹിത്യത്തിലെ യക്ഷി ഭാർഗവിയും ബഷീറും. മലയാള സാഹിത്യത്തിൽ യക്ഷിക്ക് ഒരു പുതിയ മാനം നൽകിയവരിൽ പ്രമുഖനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ നീലവെളിച്ചം എന്ന ചെറുകഥ യക്ഷി സങ്കല്പത്തെ തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചത്. ഒരു ബംഗ്ലാവിൽ താമസിക്കാനെത്തുന്ന എഴുത്തുകാരനും അവിടുത്തെ മുൻ താമസക്കാരിയായ ഭാർഗവി എന്ന യക്ഷിയും തമ്മിലുള്ള ആത്മബന്ധമാണ് ഈ കഥയുടെ കാതൽ. ഭാർഗവി ഇവിടെ ഒരു പ്രതികാരദാഹിയായ രാക്ഷസിയായിരുന്നില്ല, മറിച്ച് ഒരു പ്രണയിനിയും എഴുത്തുകാരന്റെ കൂട്ടുകാരിയുമായി മാറുന്നു. തന്റെ ദുർമരണത്തിൽ വേദനിക്കുന്ന, സ്നേഹത്തിനുവേണ്ടി ദാഹിക്കുന്ന ഒരാത്മാവായിട്ടാണ് ബഷീർ ഭാർഗവിയെ ചിത്രീകരിച്ചത്. നീലവെളിച്ചം എന്ന കഥ യക്ഷിയെക്കുറിച്ചുള്ള പരമ്പരാഗത ഭീകരസങ്കല്പങ്ങളെ തകർത്തെറിഞ്ഞു. യക്ഷിക്ക് ഒരു മനുഷ്യന്റെ വികാരങ്ങളും പ്രണയവും സ്നേഹവുമെല്ലാം ഉണ്ടെന്ന് ബഷീർ ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഈ കഥ യക്ഷിയെ വെറുമൊരു പേടിപ്പെടുത്തുന്ന കഥാപാത്രത്തിൽ നിന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരുതരം സഹാനുഭൂതിയും ആകാംക്ഷയും ജനിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റി.
നീരവെളിച്ചം എന്ന ചെറുകഥയെ ആസ്പദമാക്കി A.V. വിൻസെന്റ് സംവിധാനം ചെയ്ത ഭാർഗവി നിലയം എന്ന 1964 സിനിമ മലയാളത്തിലെ ക്ലാസിക് യക്ഷി ചിത്രങ്ങളിലൊന്നാണ്. മധു, പ്രേംനസീർ, വിജയ് നിർമ്മല എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രം ബഷീറിന്റെ കഥയെ ദൃശ്യവൽക്കരിച്ചു. ഭാർഗവിയുടെ പ്രണയവും അവളുടെ ദുരന്തവും ഈ ചിത്രം പ്രേക്ഷകരിലേക്കെത്തിച്ചു. മലയാള സിനിമയിൽ യക്ഷിക്കഥകൾക്ക് ഒരു പുതിയ പാത തുറന്നു ഈ ചിത്രം. മലയാള സിനിമയിലെ യക്ഷി, ഭയത്തിന്റെയും ആകർഷണത്തിന്റെയും കഥകൾ. ഭാർഗവി നിലയം കൂടാതെ മലയാളത്തിൽ പിന്നീട് ഒട്ടനവധി യക്ഷി സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓരോ സിനിമയും യക്ഷിയെ തങ്ങളുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ചു. ലിസ 1978. ഈ ചിത്രം യക്ഷിക്കഥകളുടെ ഒരു പുതിയ രൂപം നൽകി. ഭീകരതയ്ക്കും പ്രേതബാധയ്ക്കും പ്രാധാന്യം നൽകിയ ഈ ചിത്രം പ്രേക്ഷകരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി. ഒരു ബംഗ്ലാവിൽ താമസിക്കാനെത്തുന്ന കുടുംബത്തെ യക്ഷി എങ്ങനെയാണ് വേട്ടയാടുന്നത് എന്നതായിരുന്നു പ്രമേയം. കള്ളിയങ്കാട്ട് നീലി 1984. ഐതിഹ്യമാലയിലെ പ്രശസ്തമായ കള്ളിയങ്കാട്ട് നീലിയുടെ കഥയെ ആസ്പദമാക്കിയുള്ള ചിത്രമായിരുന്നു ഇത്. യക്ഷിയുടെ പ്രതികാരവും ക്രൂരതയും ഈ ചിത്രം ദൃശ്യവൽക്കരിച്ചു. യക്ഷിയുടെ ഭീകരരൂപം ഈ ചിത്രത്തിൽ പ്രധാനമായിരുന്നു. ആകാശഗംഗ 1999, 2019. പുതിയ കാലഘട്ടത്തിൽ യക്ഷിക്കഥകൾക്ക് വീണ്ടും ജീവൻ നൽകിയ ചിത്രമാണ് ആകാശഗംഗ. മാണിക്കശ്ശേരി കോവിലകത്ത് കുടിയിരിക്കുന്ന യക്ഷിയുടെ കഥയും അവളുടെ പ്രതികാരദാഹവുമാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. യക്ഷിയുടെ ഭീകരരൂപവും പ്രതികാരത്തിന്റെ തീവ്രതയും ഈ ചിത്രത്തിൽ പ്രധാനമായിരുന്നു. റൊഷാക്ക് 2022. ആധുനിക മലയാള സിനിമയിൽ യക്ഷി സങ്കല്പത്തിന് പുതിയ വ്യാഖ്യാനം നൽകിയ ചിത്രമാണിത്. ഇവിടെ യക്ഷി ഒരു പ്രേതബാധ എന്നതിലുപരി ഒരു മനുഷ്യന്റെ ഉള്ളിലെ പ്രതികാരദാഹത്തിന്റെയും കുറ്റബോധത്തിന്റെയും ഒരുതരം രൂപകമായി മാറുന്നു. യക്ഷി എന്ന സങ്കല്പത്തെ മാനസിക തലത്തിൽ ഈ ചിത്രം സമീപിക്കുന്നു. യഥാർത്ഥ യക്ഷിയെ കാണിക്കുന്നില്ലെങ്കിലും അതിന്റെ സാന്നിധ്യം ഭീകരത സൃഷ്ടിക്കുന്നു. യക്ഷിക്ക് വന്ന മാറ്റങ്ങൾ. കാലത്തിനനുസരിച്ച് സാഹിത്യത്തിലും സിനിമയിലും യക്ഷിയുടെ രൂപത്തിലും ഭാവത്തിലും വലിയ മാറ്റങ്ങൾ വന്നു. ഭീകരതയിൽ നിന്ന് മാനുഷികതയിലേക്ക്. ആദ്യകാലങ്ങളിൽ രക്തദാഹിയായ രാക്ഷസിയായി മാത്രം കണ്ടിരുന്ന യക്ഷിയെ പിന്നീട് ബഷീർ എന്ന പോലുള്ള എഴുത്തുകാരൻ പ്രണയവും വിരഹവും വേദനയുമുള്ള ഒരു ആത്മാവായി ചിത്രീകരിച്ചു. ഇത് യക്ഷിക്കഥകൾക്ക് ഒരു പുതിയ മാനുഷിക മുഖം നൽകി. സ്ത്രീ ശാക്തീകരണം. ചില ആധുനിക യക്ഷിക്കഥകളിൽ യക്ഷിയെ തനിക്ക് നീതി നിഷേധിച്ച സമൂഹത്തോടും പുരുഷന്മാരോടും പകവീട്ടുന്ന ഒരു ശക്തിയായി ചിത്രീകരിക്കുന്നു. ഇതൊരുതരം സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായി പോലും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. മാനസിക തലത്തിലുള്ള വ്യാഖ്യാനം. ആധുനിക സിനിമകളിൽ യക്ഷിയെ ചിലപ്പോൾ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയുടെ പ്രതിഫലനമായി കാണിക്കുന്നു. ഭയവും കുറ്റബോധവും യക്ഷിയായി രൂപാന്തരപ്പെടുന്നു. ഇത് കഥകൾക്ക് കൂടുതൽ ആഴം നൽകുന്നു. ദൃശ്യവൽക്കരണത്തിലെ മാറ്റങ്ങൾ. സിനിമയിൽ സാങ്കേതികവിദ്യ വളർന്നപ്പോൾ യക്ഷിയുടെ ദൃശ്യവൽക്കരണത്തിലും വലിയ മാറ്റങ്ങൾ വന്നു. പഴയകാല ചിത്രങ്ങളിൽ ലളിതമായ മേക്കപ്പിൽ യക്ഷിയെ അവതരിപ്പിച്ചെങ്കിൽ ആധുനിക ചിത്രങ്ങളിൽ VFX ഉപയോഗിച്ച് കൂടുതൽ ഭീകരമായ രൂപങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് യക്ഷി ഇന്നും ജനപ്രിയ വിഷയമായി നിലനിൽക്കുന്നത്? യക്ഷിക്കഥകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഇന്നും ഇത് മലയാളികളെ ആകർഷിക്കുന്ന ഒരു വിഷയമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. അടിസ്ഥാനപരമായ ഭയം. മനുഷ്യന്റെ ഉള്ളിൽ അജ്ഞാതമായ ഒന്നിനെക്കുറിച്ചുള്ള ഒരുതരം അടിസ്ഥാനപരമായ ഭയമുണ്ട്. യക്ഷി ഈ ഭയത്തെയാണ് തൊട്ടുണർത്തുന്നത്. സൗന്ദര്യവും ഭീകരതയും ഒരുപോലെ ആകർഷകമാണ്. ഈ വൈരുദ്ധ്യമാണ് പ്രേക്ഷകരെ ആകർഷിക്കുന്നത്. സാംസ്കാരിക പ്രാധാന്യം. യക്ഷി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടുതന്നെ ഈ കഥകൾക്ക് എപ്പോഴും ഒരുതരം പ്രാധാന്യമുണ്ടാകും. പുനരാവിഷ്കരണത്തിനുള്ള സാധ്യത. യക്ഷി സങ്കല്പത്തിന് പുതിയ വ്യാഖ്യാനങ്ങളും ഭാവങ്ങളും നൽകാനുള്ള സാധ്യത വളരെ വലുതാണ്. ഓരോ എഴുത്തുകാരനും സംവിധായകനും തങ്ങളുടേതായ രീതിയിൽ യക്ഷിയെ പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. വാമൊഴി പാരമ്പര്യത്തിന് ഇന്നും ഒരുതരം വിശ്വസനീയതയുണ്ട്. മുത്തശ്ശിമാരുടെ കഥകൾ കേട്ടു വളർന്ന തലമുറകൾക്ക് യക്ഷി എന്നത് വെറുമൊരു കഥാപാത്രത്തിൽ ഒതുങ്ങുന്നില്ല. ആധുനിക കാലത്തും മനുഷ്യൻ ഒറ്റപ്പെടുന്ന അവസ്ഥകളുണ്ട്. ആ സമയങ്ങളിൽ അവന്റെ മനസ്സിൽ പഴയ ഭയങ്ങൾ വീണ്ടും ഉണർന്നു വന്നേക്കാം. യക്ഷിക്കഥകൾ ഈ ഒറ്റപ്പെടലിനെ കൂടുതൽ ഭീകരമാക്കുന്നു. യക്ഷിക്ക് സാഹിത്യത്തിലും സിനിമയിലും ഒരുതരം അമരത്വമുണ്ട്. കാലമെത്ര മാറിയാലും അവളുടെ കഥകൾക്ക് എന്നും പ്രസക്തിയുണ്ടാകും. കാരണം അവ മനുഷ്യന്റെ ഉള്ളിലെ ഏറ്റവും ആഴത്തിലുള്ള ഭയങ്ങളെയും ആകാംക്ഷകളെയും പ്രണയത്തെയും പ്രതികാരത്തെയും എല്ലാം തൊട്ടുണർത്തുന്നു. വെള്ളിത്തിരയിലെ നിഴലുകളായി യക്ഷി ഇന്നും നമ്മളെ വേട്ടയാടുന്നു. ഓരോ കഥയും ഓരോ സിനിമയും നമ്മളോട് പറയുന്നു, ഞാനിവിടെയുണ്ട്, നിങ്ങളുടെ ഭയങ്ങളിൽ ഞാൻ ജീവിക്കുന്നു. അങ്ങനെ വാമൊഴിയിൽ നിന്ന് താളിയോലയിലേക്കും അവിടെ നിന്ന് അക്ഷരങ്ങളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും യക്ഷി സഞ്ചരിച്ചു. അവളുടെ യാത്ര ഇന്നും തുടരുന്നു. വാമൊഴികളിലൂടെയും ഐതിഹ്യമാലയിലൂടെയും സാഹിത്യത്തിലൂടെയും സിനിമയിലൂടെയും യക്ഷി കേരളത്തിന്റെ മനസ്സിൽ ഒരു അമരത്വം നേടി. നൂറ്റാണ്ടുകൾക്കിപ്പുറവും
ആധുനിക സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രീയ മുന്നേറ്റങ്ങളുടെയും ലോകത്ത് യക്ഷിയുടെ സാന്നിധ്യം ഇന്നും ചർച്ചാവിഷയമാണ്. വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും യാഥാർത്ഥ്യവും മിഥ്യയും ഇടകലർന്ന ഒരു ലോകത്ത് ഇന്നും യക്ഷിയെ കണ്ടു എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. വിശദീകരിക്കാൻ കഴിയാത്ത പല സംഭവങ്ങൾക്കും പിന്നിൽ ഒരു യക്ഷി കഥാപാത്രത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരുണ്ട്. ആധുനിക കാലത്തെ യക്ഷി ദർശനങ്ങളെക്കുറിച്ചും അഴിയാത്ത രഹസ്യങ്ങളെക്കുറിച്ചും ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ വ്യാഖ്യാനങ്ങളെക്കുറിച്ചും നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. പഴയ കാലഘട്ടത്തിൽ രാത്രികാലങ്ങളിൽ കാൽനടയായി യാത്ര ചെയ്തിരുന്നവരെയാണ് യക്ഷി കൂടുതലും ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ ആധുനിക കാലത്ത് വാഹനങ്ങൾ നിരത്ത് കീഴടക്കുമ്പോൾ യക്ഷിയുടെ വിഹാരരംഗവും മാറിയിട്ടുണ്ടോ? ഹൈവേകളിലെ രാത്രിയാത്രകളിൽ, വിജനമായ റോഡരികുകളിൽ, ആളരക്കമില്ലാത്ത കെട്ടിടങ്ങൾക്ക് സമീപം, ഇവിടങ്ങളിലെല്ലാം ഇന്നും യക്ഷി ദർശനങ്ങളെക്കുറിച്ച് കഥകൾ പ്രചരിക്കുന്നുണ്ട്. ആധുനിക യക്ഷി ദർശനങ്ങൾ, അനുഭവങ്ങളും റിപ്പോർട്ടുകളും. ഹൈവേകളിലെ അജ്ഞാത സ്ത്രീ. രാത്രിയിൽ ഹൈവേകളിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് പലപ്പോഴും വിചിത്രമായ അനുഭവങ്ങളുണ്ടാകാറുണ്ട്. വിജനമായ റോഡരികിൽ അതിമനോഹരിയായ ഒരു സ്ത്രീ ലിഫ്റ്റ് ചോദിച്ചു നിൽക്കുന്നു. വാഹനം നിർത്താതെ മുന്നോട്ടു പോകുമ്പോൾ അടുത്ത വളവിൽ വീണ്ടും അതേ സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു. ചിലപ്പോൾ വാഹനത്തിൽ കയറിപ്പറ്റിയ ശേഷം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അപ്രത്യക്ഷയാകുന്നു. ഈ സംഭവങ്ങൾ പല ഡ്രൈവർമാരെയും ഭയപ്പെടുത്തുകയും ചിലപ്പോൾ മാനസികമായി തളർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം യക്ഷിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കെട്ടിടങ്ങളിലെ നിഴലുകൾ. പഴയതും വിജനവുമായ കെട്ടിടങ്ങളിൽ, പ്രത്യേകിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന വലിയ വീടുകളിലും ബംഗ്ലാവുകളിലും യക്ഷി സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. രാത്രികാലങ്ങളിൽ ഈ കെട്ടിടങ്ങളിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുക, ജനലിലൂടെ ഒരു സ്ത്രീരൂപം നോക്കി ചിരിക്കുന്നത് കാണുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു സുഗന്ധം അനുഭവപ്പെടുക എന്നെല്ലാം യക്ഷിയുടെ സാന്നിധ്യമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. രാത്രിയിലെ വിചിത്രമായ വിളികൾ. രാത്രികാലങ്ങളിൽ ഉറങ്ങുമ്പോൾ ചിലർ തങ്ങളുടെ പേര് വിളിച്ച് ആകർഷിക്കുന്നതായി കേൾക്കാറുണ്ട്. അതൊരു സ്ത്രീയുടെ മനോഹരമായ ശബ്ദമായിരിക്കും. ഉണർന്നു നോക്കുമ്പോൾ ആരെയും കാണില്ല. ഈ വിളി കേട്ട് പുറത്തിറങ്ങിയ പലർക്കും പിന്നീട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കഥകളുണ്ട്. വഴിയരികിലെ കാവുകളിലും മരച്ചുവട്ടിലും. പഴയകാലത്തെപ്പോലെ ഇന്നും കാവുകളിലും വലിയ മരങ്ങളുടെ ചുവട്ടിലും യക്ഷിയുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാത്രികാലങ്ങളിൽ ഈ സ്ഥലങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ശരീരത്തിൽ ഒരുതരം തണുപ്പ് അനുഭവപ്പെടുക, ഭീകരമായ ചിരി കേൾക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീരൂപം മിന്നിമറയുന്നത് കാണുക എന്നെല്ലാം ആധുനിക യക്ഷി ദർശനങ്ങളുടെ ഭാഗമാണ്. അഴിയാത്ത രഹസ്യങ്ങൾ, ശാസ്ത്രീയ വ്യാഖ്യാനങ്ങൾ വേഴ്സസ് അന്ധവിശ്വാസങ്ങൾ. ഈ ആധുനിക യക്ഷി ദർശനങ്ങളെല്ലാം യാഥാർത്ഥ്യമാണോ, അതോ മനുഷ്യന്റെ മാനസികമായ തോന്നലുകൾ മാത്രമാണോ? ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല. മാനസികമായ തോന്നലുകൾ. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ഭയം, ഒറ്റപ്പെടൽ, ഉറക്കമില്ലായ്മ എന്നിവയെല്ലാം മനുഷ്യനെ മിഥ്യാബോധങ്ങളിലേക്ക് നയിച്ചേക്കാം. കാറ്റിന്റെ ശബ്ദം, മരങ്ങളുടെ നിഴലുകൾ, ദൂരെ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ, ഇവയെല്ലാം യക്ഷിയുടെ സാന്നിധ്യമായി അയാൾക്ക് തോന്നിയേക്കാം. പ്രാങ്ക് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ. ചിലപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന യക്ഷി ദർശനങ്ങളുടെ വീഡിയോകൾ പ്രാങ്കുകളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളുടെ ഫലമോ ആയിരിക്കാം. അവയ്ക്ക് ഒരു യക്ഷിയുടെ പരിവേഷം നൽകി പ്രചരിപ്പിക്കുമ്പോൾ അത് കൂടുതൽ പേടിപ്പെടുത്തുന്ന ഒന്നായി മാറും. അജ്ഞാത പ്രതിഭാസങ്ങൾ. ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത ചില പ്രതിഭാസങ്ങൾ പ്രകൃതിയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത്തരം പ്രതിഭാസങ്ങളെ മനുഷ്യൻ യക്ഷിയുമായി ബന്ധപ്പെടുത്തി കണ്ടേക്കാം. ഉദാഹരണത്തിന് ചില പ്രത്യേകതരം കാറ്റുകൾ, ശബ്ദങ്ങൾ അല്ലെങ്കിൽ പ്രകാശ പ്രതിഭാസങ്ങൾ. പ്രാദേശിക വിശ്വാസങ്ങളുടെ സ്വാധീനം. ഗ്രാമീണ പ്രദേശങ്ങളിൽ ഇന്നും യക്ഷിയെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ ശക്തമാണ്. ഈ വിശ്വാസങ്ങൾ വ്യക്തികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളതിനാൽ അവർക്കുണ്ടാകുന്ന ഏതൊരു അസാധാരണ അനുഭവങ്ങളെയും യക്ഷിയുമായി ബന്ധപ്പെടുത്തി കാണാൻ സാധ്യതയുണ്ട്. ഫോക്ലോറിന്റെ തുടർച്ച. യക്ഷിക്കഥകൾ തലമുറകളായി കൈമാറി വരുന്നതിനാൽ ഈ കഥാപാത്രത്തിന് ഒരുതരം സാമൂഹിക അംഗീകാരമുണ്ട്. അതുകൊണ്ടുതന്നെ ആധുനിക കാലത്തുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങളെ യക്ഷിയുമായി ബന്ധപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. ഇത് ഫോക്ലോറിന്റെ ഒരു തുടർച്ചയായി കണക്കാക്കാം. യക്ഷി ഒരു സാമൂഹിക ഓർമ്മപ്പെടുത്തൽ. ആധുനിക കാലത്തും യക്ഷിക്ക് ഒരുതരം സാമൂഹിക ഓർമ്മപ്പെടുത്തലിന്റെ പ്രസക്തിയുണ്ട്. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, വിജനമായ സ്ഥലങ്ങളിൽ പോകരുത്, അപരിചിതരുമായി ഇടപഴകരുത് തുടങ്ങിയ മുന്നറിയിപ്പുകൾക്ക് പിന്നിൽ ഇന്നും യക്ഷിയുടെ ഒരുതരം നിഴലുണ്ട്. ഈ കഥകൾ മനുഷ്യനെ കൂടുതൽ ജാഗരൂകനാക്കാൻ പ്രേരിപ്പിക്കുന്നു. കൂടാതെ മനുഷ്യന്റെ ഉള്ളിലെ ഭയങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനവും കൂടിയാണ് യക്ഷിക്കഥകൾ. സൗന്ദര്യം, ലൈംഗികത, പ്രതികാരം, മരണം, ഈ വികാരങ്ങളെല്ലാം യക്ഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവൾ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഭയങ്ങളെയാണ് തൊട്ടുണർത്തുന്നത്.
ബുദ്ധിമുട്ടുണർത്തുന്നത്. അതുകൊണ്ട് തന്നെ യക്ഷി ഒരു കഥാപാത്രമെന്നതിലുപരി മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ ഒരു പ്രതിഫലനവും കൂടിയാണ്. ആധുനിക സാഹിത്യത്തിലും സിനിമയിലും യക്ഷിക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്നത് ഈ കഥാപാത്രത്തിന് ഇന്നും എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് കാണിക്കുന്നു. റോഷാക്ക് പോലുള്ള ചിത്രങ്ങൾ യക്ഷിയെ ഒരു പ്രേതബാധയെന്നതിലുപരി ഒരു മനുഷ്യന്റെ ഉള്ളിലെ പ്രതികാരദാഹത്തിന്റെയും മാനസിക സംഘർഷങ്ങളുടെയും പ്രതിഫലനമായി കാണിക്കുന്നു. ഇത് യക്ഷിക്കഥകൾക്കൊരു പുതിയ തലം നൽകുന്നു. അങ്ങനെ യക്ഷിക്കഥകൾ കേരളത്തിന്റെ ഇരുണ്ട നിഴലുകൾ എന്ന ഈ പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. യക്ഷിയുടെ ഉത്ഭവം മുതൽ ആധുനിക ദർശനങ്ങൾ വരെ നമ്മൾ കടന്നുപോയി. അവരുടെ വിവിധ ഭാവങ്ങളെയും ഐതിഹ്യങ്ങളെയും സാഹിത്യത്തിലും സിനിമയിലുമുള്ള അവരുടെ സ്ഥാനത്തെയും നമ്മൾ കണ്ടറിഞ്ഞു. ഇരുട്ടിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ശക്തിയുടെ കഥകൾ നമ്മളോട് പറയുന്നത് ഒന്നുമാത്രം: ഈ ലോകത്ത് ഇന്നും വിശദീകരിക്കാൻ കഴിയാത്ത പല രഹസ്യങ്ങളും നിലനിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ സൂക്ഷിച്ചു നോക്കുക. ഓരോ നിഴലിലും, ഓരോ മരത്തിലും, ഓരോ വിജനമായ വഴികളിലും ഒരു കഥ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. ഒരുപക്ഷേ ആ കഥകളിൽ ഒരിടത്ത് യക്ഷി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവാം. യക്ഷിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ള കഥകൾ എന്തെല്ലാമാണ്? നിങ്ങൾക്കെന്തെങ്കിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. ഈ പരമ്പര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ നിഗൂഢമായ കഥകളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഇരുട്ടിനെ സൂക്ഷിക്കുക.